എല്ലാവർക്കും സുഖമല്ലേ? പഠിക്കാനെല്ലാം റെഡി ആയിട്ട് വന്നിരിക്കുകയാണോ? എൻ്റെ പ്ലസ് ടുവിൽ പഠിക്കുന്ന എല്ലാ മിടുക്കന്മാരും മിടുക്കികളും. ഇന്ന് മിസ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് 4-ലെ 3 ചാപ്റ്റേഴ്സുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ഒരു ഡീപ്പ് ബ്രെത്ത് അങ്ങോട്ട് എടുത്തേ. ഇൻഹെയിൽ, എക്സെയിൽ. റെഡി ആണെന്ന് തോന്നുകയാണെങ്കിൽ മിസ്സിന് വന്നൊരു പ്രസൻറ്റും കൂടെ മാർക്ക് ചെയ്ത് ലൈവ് ചാറ്റിൽ. എന്നാലല്ലേ ആരൊക്കെ വന്നിട്ടുണ്ട്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞ് വന്നേ. ഗുഡ് ഈവനിങ്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ യൂണിറ്റ് 4-ലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് ബൈ വാങ്കരി മത്തായി. ഇവിടെ വാങ്കരി മത്തായി എന്ന് പറയുന്നത് വാങ്കരി മത്തായിയുടെ ഷോർട്ട് സ്റ്റോറി ആണോ ഇത്? നോവലാണോ ഇത്? പോയാണോ ഇത്? അതൊന്നുമല്ല. പകരം ഇറ്റ്സ് എ നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് ബൈ വാങ്കരി മത്തായി. ഓക്കെ, ഹായ് ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഹലോ. ഓക്കെ, സോ വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇസ് എ നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ചാണ് ബൈ വാങ്കരി മത്തായി. നൊബേൽ പ്രൈസ് ആദ്യമായിട്ട് കിട്ടിയപ്പം ആ സ്റ്റേജിൽ വെച്ചിട്ട് പറയുന്ന ഒരു സ്പീച്ചാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും അപ്പം എന്താണ്? ഹൂ ഇസ് വാങ്കരി മത്തായി? ഇത് ആരാണെന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ who is she? She is a Kenyan environmental and political activist. കെന്യ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ് ആര്? വാങ്കരി മത്തായി. ആൻഡ് ഓൾസോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു റിസീവ് ദ നൊബേൽ പ്രൈസ്. ആദ്യത്തെ ആഫ്രിക്കയിൽ നിന്ന് ഒരു സ്ത്രീ ആദ്യമായി നൊബേൽ പ്രൈസ് വാങ്ങുന്നത് ആരാണ്? വാങ്കരി മത്തായി ആണ്. ഇപ്പം ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും സ്പീച്ചാണ്. സ്പീച്ച് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അതല്ലാതെ വാങ്കരി മത്തായിയുടെ ഒരു ബയോഗ്രഫി പോലെ എഴുതാൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ പോയിൻറ്റ്സ് ഇവിടെ കിട്ടിയേ എന്തായാലും നമ്മുടെ ഇത് പോയിൻറ്റ്സ് ഉണ്ടാകും. ബോൺ, ഡേറ്റ് എല്ലാം അതിലുണ്ടാകും. പക്ഷേ അതിൻ്റെ എക്സ്ട്രാ പോയിൻറ്റ്സ് ആയിട്ട് നമുക്കിതാ ഇവിടെ ഇതും കൂടെ കിട്ടുന്നുണ്ട്. ഹലോ ഷിഫ സിനു, ഹായ്. ഹായ് ഹാർട്ടും ഒക്കെ വരുന്നുണ്ട്. ഉഷാറായിട്ട് എല്ലാവരും പഠിക്കാനിരിക്കുകയാണല്ലോ അല്ലേ? ടീച്ചറിന് ഭയങ്കര സന്തോഷം. അപ്പോൾ ഓക്കെ, ഷിഫ സൈനു ഹായ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്ന് പറയുന്ന വാങ്കരി മത്തായിയുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് ആണ്. ആൻഡ് ഹൂ ഇസ് വാങ്കരി മത്തായി എന്ന് പറയുന്നതിൻ്റെ ആൻസർ ആണ് ഷീ ഈസ് എ കെന്യൻ എൻവയോൺമെൻറ്റൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. മോർ ഓവർ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ആണ് വാങ്കരി മത്തായി. ഓക്കെ, ആൻഡ് ഇതിൽ ഈ ചാപ്റ്ററിൻ്റെ നമുക്ക് എന്താണ്? വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്പീച്ചാണിത്. ഇതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ബേസിലല്ല ക്വസ്റ്റ്യൻസ് വരിക. പകരം ഇതിൽ പറഞ്ഞിരിക്കുന്ന, ഷെയർ ചെയ്തിരിക്കുന്ന റിച്ച് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മിസ് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഇതിനെ ബേസ് ചെയ്ത് ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാലും ഈ പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ പവർ ഓഫ് സ്മോൾ ആക്ഷൻ. Okay. Mathai emphasized that the small individual actions collectively contribute to significant change. So, ചെറുതായിട്ട് തുടങ്ങുന്ന ഓരോ ആക്ഷൻസ്, ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു വ്യക്തിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ഷൻ ആണെങ്കിൽ പോലും അത് വേറെ കുറച്ച് പേര്, ഒരാൾ ചെയ്ത് തുടങ്ങുന്നത് കണ്ട് ബാക്കി 2 പേര് ചെയ്താൽ അത് പിന്നീട് 5 ആയി മാറി, പിന്നീട് അത് 10 പേരായി മാറുമ്പോൾ അതൊരു കളക്റ്റീവ് എഫേർട്ടായി മാറും അല്ലേ? അപ്പം ദ പവർ ഓഫ് സ്മോൾ ആക്ഷൻസ്, അയ്യോ ഒരാൾ മാത്രം ചെയ്തു പോട്ടെ എന്നുള്ളൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതൊരു ഒരിക്കലും ചെറുതല്ല. അതാണ് പിന്നീട് വലുതായി പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്നത് പോലെ ചെറുതായിട്ട് തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാതെ തുടങ്ങുന്ന ആ ഒരു ആക്ഷൻ പിന്നീട് അതൊരു വലിയ റിസൾട്ടായി മാറുകയാണ് ചെയ്യുക. സോ ദ പവർ ഓഫ് സ്മോൾ ആക്ഷൻ, അത് പ്രത്യേകം വാങ്കരി മത്തായി എംഫസൈസ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഇൻഡിവിജ്വൽ ആക്ഷൻസ് കളക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചിന് അത് മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഷീ യൂസ് ദ മെറ്റഫർ ഓഫ് പ്ലാന്റിംഗ് എ സാപ്ലിംഗ് ടു റെപ്രസെൻറ്റ് ദ പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് സീമിംഗ്ലി മോഡേൺ എഫേർട്സ്. സോ ഈ പ്ലാന്റിങ് എന്താണ് സാപ്ലിംഗ് എന്ന് പറയുന്നത്, ഒരു തൈ നടുമ്പോൾ എന്ന് പറയുന്നത് ഒരു മെറ്റഫറായിട്ടും കൂടെ കാണുന്നുണ്ട്. വരാനിരിക്കുന്ന ഗുഡ് ഡീഡ്സ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന നല്ല ചേഞ്ചിനെ ഒരു മെറ്റഫർ പോലെ സൂചിപ്പിക്കുന്നതാണ്. ഒരു തൈ നടുമ്പോൾ പല തൈകൾ നടുമ്പോൾ അതൊരു വലിയ മാറ്റത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നതെന്നുള്ളൊരു മീനിങ്ങും ഈ ഒരു ഇതിൽ കാണുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇസ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. നകുൽ ഹായ് മാം. ലെസൺ നെയിം പോലും അറിയാതെയാണോ ഇവിടെ ഇരിക്കുന്നത്? വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്, ക്ലിയർ ആണല്ലോ അല്ലേ? വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്. അത് മാത്രമല്ല മിസ് വേറെയും പോയിന്റ് പറഞ്ഞു,
എന്താണ്? നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ചാണ്. വാങ്കരി മത്തായിയെക്കുറിച്ചും 2 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. കെന്യൻ എൻവയോൺമെൻറ്റൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. അതുകൂടാതെ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ആണ്. നകുലെ ക്ലിയർ ആയോടാ? ഓക്കെ. ദെൻ പിന്നെ നമുക്ക് വരുന്നത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. മത്തായി എൻകറേജ് ഈച്ച് പേഴ്സൺ ടു ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദിയർ ആക്ഷൻസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു പോസിറ്റീവ് ഗ്ലോബൽ ചേഞ്ച്. ഓരോ വ്യക്തി, നമ്മൾ സിറ്റിസൺ ആണല്ലേ, അപ്പം നമ്മുടേതായ റെസ്പോൺസിബിലിറ്റി സൊസൈറ്റിയിൽ നമ്മൾ കാണിക്കേണ്ടത് ആവശ്യമാണ്. അതാണല്ലോ നമ്മുടെ നേച്ചറിലേക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം ഓരോ മനുഷ്യൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഏറ്റെടുത്ത് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് അത് നല്ലൊരു ഗുഡ് ഡീഡ് അല്ലെങ്കിൽ ഒരു ആക്ഷനിലേക്ക് മാറുന്നത്. ആൻഡ് കോൺട്രിബ്യൂട്ട് ടു പോസിറ്റീവ് ഗ്ലോബൽ ചേഞ്ച്, ആഗോള തരത്തിലുള്ള ഒരു ചേഞ്ചിന് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എവിടുന്ന്? ഇൻഡിവിജ്വലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ ഗ്ലോബൽ ലെവൽ ചേഞ്ചസിന് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് വാങ്കരി മത്തായി പറയുന്നത്. ശരിയാണല്ലേ? ഓക്കെ. ഇത് വെൻ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് അല്ലേ? അതേലോ. സോ interconnection. So third point is that interconnection of ecology and humanity. She stressed that the health of the planet directly affects the quality of life for its inhabitants. ഒരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ ഇപ്പോൾ എക്സാമിനൊക്കെ പോകുമ്പം എക്സാം സ്റ്റാർട്ട് ചെയ്ത് മോഡൽ എക്സാം അല്ലെങ്കിൽ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീട്ടുകാർ ഏറ്റവും കൂടുതൽ നിർബന്ധിക്കുന്നതായിരിക്കും ഫുഡൊക്കെ നല്ലതുപോലെ കഴിക്കണം, പുറത്തങ്ങനെ കറങ്ങി നടക്കാനൊന്നും പോകണ്ട. കാരണം എക്സാമിന് നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ ബേസിക് ഹെൽത്തും നല്ലതായിരിക്കും. അതിന് നല്ല ഫുഡ് കഴിക്കണം, വേറെ അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ വി ഷുഡ് കീപ് ഓർസെൽവ്സ് വെരി ഹെൽത്തി അല്ലേ? അതൊരു മെയിൻ പോയിന്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ പ്ലാനറ്റിൻ്റെ ഹെൽത്ത് വളരെയധികം നന്നായിരുന്നാൽ മാത്രമേ അതിൽ താമസിക്കുന്ന ഇൻഹാബിറ്റൻസിൻ്റെ ഹെൽത്തും അല്ലെങ്കിൽ അവരുടെ ലൈഫും ഈസി ആകുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഷീ സ്ട്രെസ് ദാറ്റ് പോയിന്റ്, അത് സ്ട്രെസ് ചെയ്ത് എംഫസൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. എന്ത്? ദ ഹെൽത്ത് ഓഫ് ദ പ്ലാനറ്റ് ഡയറക്ട്ലി അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഇറ്റ്സ് ഇൻഹാബിറ്റൻസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോൾ ഫോർ കളക്റ്റീവ് ആക്ഷൻ. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ ബാക്കിയുള്ളവരിലേക്കും കൂടെ എത്തിക്കണം. ഒറ്റയ്ക്ക് നിന്ന് ചെയ്താൽ മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് ബാക്കിയുള്ളവരെയും കൊണ്ട് ഒരാൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ 100 മടങ്ങ് എഫക്റ്റ് ആയിരിക്കും ഒരു 10-500 പേര് ഒരുമിച്ചിരുന്ന് ചെയ്യുകയാണെങ്കിൽ അല്ലേ? സോ ഇറ്റ്സ് ടൈം ഫോർ ഓർ കോൾ ഫോർ കളക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. മത്തായി urged people to work together. ഒരുമിച്ച് വർക്ക് ചെയ്യണം ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി society, for the betterment of the nature. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം. We should work together, transcending national and cultural boundaries to create a more sustainable world. സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ട് കൾച്ചറൽ ബൗണ്ടറീസ്. ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു നേച്ചർ കൺസർവേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേരളത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം നല്ലത് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല. അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലപ്പോൾ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടായിരിക്കും. അത് ആഗോളതരത്തിൽ, അതായത് ഈ വേൾഡ് എന്നുള്ളത്, വേൾഡിനെ നമ്മൾ അമ്മയായിട്ട് കാണണം. അല്ലാതെ കേരളത്തിന് മാത്രം നല്ലത് വരട്ടെ, അല്ലെങ്കിൽ അതിലെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കോഴിക്കോട് തൃശ്ശൂരിന് മാത്രം നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് പോസിബിൾ അല്ല. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ അമ്മയെ, അതായത് നമ്മുടെ ഈ ഭൂമിയെ, നമ്മുടെ ഈ പ്ലാനറ്റിനെ നല്ലതാക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മുടെ നാഷണൽ ബൗണ്ടറീസോ കൾച്ചറൽ ബൗണ്ടറീസോ പൊളിറ്റിക്കൽ ബൗണ്ടറീസോ റിലീജിയസ്, അങ്ങനെ പല തരത്തിലുള്ള ബൗണ്ടറീസ് ആയിക്കൊള്ളട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? ആൻഡ് വി ഷുഡ് ക്രിയേറ്റ് എ മോർ സസ്റ്റൈനബിൾ വേൾഡ്. ഈ ബൗണ്ടറീസ് ഒന്നും കണ്ടിട്ടില്ല എന്ന് നടിച്ച് ഒറ്റക്കെട്ടായിട്ട്, എങ്ങനെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ വി കുഡ് വർക്ക് ഫോർ ദ സസ്റ്റൈനബിൾ വേൾഡ്. നമ്മുടെ വേൾഡിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട്, സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാം നമുക്കറിയാവുന്ന പോയിന്റ്സ് ആണ് അല്ലേ? സോ നെക്സ്റ്റ് ഇസ് environmental conservation. She emphasized the role of trees in this process and their symbolic significance in promoting ecological balance. നമുക്കറിയാം when a sapling is planted എന്ന് തന്നെയാണല്ലോ, അതൊരു മെറ്റഫർ ആണെന്നും ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തേ. ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞേ. ആൻഡ് ഷീ ഓൾസോ എംഫസൈസ് ദ റോൾ ഓഫ് ട്രീസ്. ഇതിന് ഇത്രയും നല്ലത് വരാൻ, ഈ പ്രകൃതിയുടെ ഏറ്റവും മികച്ച ഒരു അവതരണത്തിന് വേണ്ടിയിട്ട് മനുഷ്യരെക്കാൾ കൂടുതൽ അതിൽ റോളുള്ളത് ആർക്കാണ്? ഓഫ് കോഴ്സ് ട്രീസിനാണ്. ആണോ അല്ലയോ? ട്രീസിനാണല്ലേ? സോ ദ റോൾ ഓഫ് ട്രീസ് ഇസ് ദ പ്രോസസ് ആൻഡ് എ സിംബോളിക് സിഗ്നിഫിക്കൻസ്. ഒരു തൈ നടുമ്പോൾ എന്നുള്ളത് ഒരു സിംബോളിക് അല്ലെങ്കിൽ ഒരു മെറ്റഫർ ഇൻഡിക്കേഷനാണ്. എന്തിന്? ഫോർ ദ ബെറ്റർ എൻവയോൺമെൻറ്റ് എന്നുള്ളത്. ഓക്കെ. ആൻഡ് ചാലഞ്ചസ് ആൻഡ് ഹോപ്പ്.
ഇതിന് പക്ഷേ പ്രാവർത്തികമാക്കാൻ, പ്രാക്ടിക്കൽ ലൈഫിലാക്കാൻ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ വെരി ഈസി ടാസ്ക് ആണോ? നമുക്ക് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ചെന്നാൽ ഉടനെ ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതിന് ഒരുപാട് അഡ്വേഴ്സിറ്റീസ് വരും, ചലഞ്ചസ് വരും. പക്ഷേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ? നമ്മൾ ചെയ്യുന്നത് നല്ലതിനാണോ, എന്നാൽ അതിനൊരു നല്ല റിസൾട്ടും ഉണ്ടാകും എന്നുള്ളൊരു ഹോപ്പ്. എന്താണ് ആ ഒരു ഹോപ്പ് മുൻനിർത്തി വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാമെന്നും കൂടിയാണ് പറയുന്നത്. ഓക്കെ, ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡെമോക്രസി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഈ ഒരു ഇതും എൻവയോൺമെൻറ്റൽ കൺസർവേഷനും ഡെമോക്രസിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? ദ സ്പീച്ച് ടച്ച്ഡ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡെമോക്രസി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ അച്ചീവിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമുക്കിതെല്ലാം പറഞ്ഞ് ശരിയാക്കി ഈ ഒരു എല്ലാ ബൗണ്ടറീസും ഇല്ലാതാക്കി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉറപ്പ് വരുത്തണമെങ്കിൽ വി ഷുഡ് ബി എന്താണ്? ഫ്രീഡം ഉണ്ടായിരിക്കണം, ഡെമോക്രസി ഉണ്ടായിരിക്കണം അല്ലേ? നമ്മൾ അടച്ചുപൂട്ടി ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അല്ല, ഫ്രീ ആണ്, നമുക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ അതിന് നല്ലൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? സോ മത്തായി emphasized that a just and free society is essential for addressing environmental concerns. ഈ എൻവയോൺമെൻറ്റൽ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് പറഞ്ഞ് ഏൽപ്പിച്ച് മനസ്സിലാക്കിപ്പിക്കണമെങ്കിൽ വി ഷുഡ് ബി ഡെമോക്രാറ്റിക്. വി ഷുഡ് ബി ഫ്രീ, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് Vankri Mathai nostalgically recalls the natural world which she inherited from her parents and which has come to devastation with the passage of time. ഈ ഒരു സാധനം നമ്മുടെ ടെക്സ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ ആ ചാപ്റ്റർ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്? ഒരു ടാഡ്പോളിൻ്റെ ഇമേജ്, വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വാൽമാക്രി എന്ന് പറയും. ഈ ടാഡ്പോളിനെ നമ്മൾ പണ്ട് ഒരുപാട് കണ്ടിരുന്നു, പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കില്ല, അതെല്ലാം മിസ്സിങ് ആയി. ഈ കാഴ്ചകളൊക്കെ വാങ്കരി മത്തായിക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്ത് ജീവിക്കാൻ സാധിച്ചത്? അത് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തതാണ്. ആ ഒരു എൻവയോൺമെൻറ്റൽ കൺസർവേഷനെ കൂടെ ഇതുപോലുള്ള കാഴ്ചകളും എക്സ്പീരിയൻസും എല്ലാം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തതാണ്. പക്ഷേ ഇനി നമ്മുടെ ജനറേഷൻ വരുമ്പം ഇത് പോസിബിൾ ആണോ? അത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് വാങ്കരി മത്തായിയുടെ മുന്നിൽ നിൽക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ഇൻഹെറിറ്റൻസ് നേടിയിട്ട് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്തിട്ടുള്ളത്, അതേപോലെ നമ്മളെ വിശ്വസിച്ച് ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. ആ ഒരു ടാഡ്പോളിൻ്റെ സ്റ്റോറി വെച്ച് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സ്റ്റോറി വളരെ നല്ല രസമായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് ഇഷ്ടമാണോ അത്? ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? കമൻറ്റ് ചെയ്തേ. കമൻസൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ജോട്ടി. ഓക്കെ, സോ അതാണ് ബേസിക്കലി നമ്മുടെ വെൻ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ വരുന്നത്. ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അതിലെ വളരെ റിച്ച് ആയിട്ടുള്ള ഏത് രീതിയിലെ ക്വസ്റ്റ്യൻസ് തിരിച്ചും ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ള രീതിയിലാണ് മിസ് ഈ ഒരു രീതിയിൽ പോയിൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട് മര്യാദയ്ക്ക് എന്നെ കാണിച്ചോ കേട്ടോ ലൈവിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ വളരെയധികം മനസ്സിലായിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇതായിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ മിസ് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്, വിച്ച് ഇസ് ബേസിക്കലി എ പോയം. ഓക്കെ, റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ്, വിച്ച് ഇസ് റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ ആൻഡ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ. ചെമ്മനം ചാക്കോ എഴുതി ഇംഗ്ലീഷിലേക്ക് പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ തർജ്ജമ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പോയമാണ് റൈസ് കേട്ടോ. അത് ഈ ഒരു പോയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ബേസിക് നോളജ് തരികയാണെങ്കിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന, ഓക്കെ, ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഐ ഓപ്പണർ ഫോർ സ്റ്റുഡൻസ്. നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയാണ് പല കാര്യങ്ങളിലേക്കും. അങ്ങനത്തെ ഒരു പോയമാണ് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയം. ഓക്കെ, ഇതിൽ മെയിൻ പോയിൻറ്റ്സ് അല്ലെങ്കിൽ സമ്മറി ഓഫ് ദ പോയം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് Rise is a satirical poem by Chemmanam Chacko, originally written in Malayalam and translated into English by Ayyappa Panikar. ഓക്കെ, റൈസ് എന്ന് പറയുന്നത് ചെമ്മനം ചാക്കോ എഴുതിയിട്ടുള്ളൊരു പോയാണ്, സാറ്ററിക്കലാണ്. നമ്മൾ കണ്ണ് തുറക്കാനായിട്ട് അല്ലെങ്കിൽ ഐ ഓപ്പണറായിട്ട് ഒരു ചെറിയ തമാശയിലൂടെ അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് നമ്മുടെ കണ്ണ് തുറപ്പിക്കാനായിട്ട് എഴുതിയ ഒരു പോയമാണ്, വിച്ച് വാസ് റിട്ടൺ ഒറിജിനലി ഇൻ മലയാളം ആൻഡ് ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ ആര്? പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് ഓർത്തിരിക്കുന്നുണ്ടല്ലോ, ക്ലിയർ ആണല്ലോ. സെക്കൻഡ് പോയിന്റ് വരുമ്പം the poet recounts the changes in the attitude of farmers in Kerala who shifted gradually from food crops to cash crops. So, ഇവിടെ
നമ്മുടെ പോയറ്റ് വളരെയധികം പ്രതീക്ഷയോടെ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് പഠിക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിൽ ചെന്ന് പഠിച്ചിട്ട് തിരിച്ചു വരികയാണ്, നാട്ടിലേക്ക് വരണം. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ നല്ല ചെമ്പാവരി ചോറ്, നാട്ടിൽ നിൽക്കുമ്പോൾ അറിയാം അല്ലെ, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ പുറത്തേക്ക് പോകണം, പുറത്ത് നിൽക്കുമ്പം എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരണം എന്നുള്ളത് സ്ഥിരമാണല്ലോ, ഒരു ഐറണി ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ പോയിട്ട് അങ്ങ് ദൂരെയൊന്നുമല്ല, നോർത്ത് ഇന്ത്യയിലാണ് ജോലി ചെയ്ത് താമസിക്കുന്നത്. പക്ഷേ എത്രയോ നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് വരുമ്പം ഒരുപാട് സ്വപ്നങ്ങൾ കാണാണ്. നോർത്ത് ഇന്ത്യയിൽ അറിയാം ബേസിക് ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തി കഴിച്ച് മടുത്ത് കുറച്ച് ചമ്പാവരി ചോറും സാമ്പാറും അച്ചാറും പപ്പടവും തൈരും ഒക്കെ കൂട്ടി നല്ല സുഖമായിട്ട് കഴിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അമ്പലക്കുളത്തിൽ ആ ഒരു മലയാളം നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു സീനില്ലേ, അതേ രീതിയിൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന പോയിട്ട് പക്ഷേ അനുഭവിക്കുന്നത് വേറെ പലതുമാണ്. ആ ഒരു ഇതിനെ ബേസ് ചെയ്ത് സാറ്ററിക്കലായിട്ട് എഴുതിയിട്ടുള്ള പോയാണിത്. ആൻഡ് ദ പോയറ്റ് റിക്കൗണ്ട്സ് ദ ചേഞ്ചസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫാമേഴ്സ്. ഈവൻ ഫാമേഴ്സിന് പോലും ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് സംഭവിക്കുകയാണ്. ഓക്കെ, ഇൻ കേരള ഹു ഷിഫ്റ്റഡ് ഗ്രാജുവലി ഫ്രം ഫ്രൂട്ട് ക്രോപ്സ്, അതായത് നെല്ല് വിളവെടുപ്പിൻ്റെ ഇത് പ്രതീക്ഷിച്ചിട്ട് വരുന്ന അദ്ദേഹം കാണുന്നത് വേറെ പലതുമാണ്. അവർ ക്യാഷ് ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പിന്നെ പറയാം. അപ്പം ഈ വിളവ് എന്നുള്ളത് നമ്മുടെ ആ ഒരു അരി നെല്ല് കോൺസെപ്റ്റ് ഒക്കെ മാറി കാശുണ്ടാക്കുന്ന രീതിയിൽ ഫാമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് വരെ മാറിയത് അദ്ദേഹം നാളുകൾക്ക് ശേഷം തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പം അനുഭവിക്കുകയാണ്. ആ ഒരു ഞെട്ടൽ എഴുതിയ ഒരു പോയമാണ് ഇത്. സോ സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദ തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് ദ പോയം ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 സെക്ഷൻസ്. രണ്ടായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ സ്വപ്നം കണ്ട ഒരു ജീവിതവും തിരിച്ച് നാട്ടിലെത്തിയപ്പം സ്വപ്നം കണ്ടതാണോ ശരിക്കുള്ള ജീവിതം, അതായത് റീൽസ് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഡ്രീമിൽ കണ്ടത് എന്താണോ പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്താണോ, ഇങ്ങനെ 2 സെക്ഷൻസ് ഓഫ് ദി പോയമായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പോയം ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ദ വിഷ്ഫുൾ തിങ്കിങ് ഓഫ് ദ പോയറ്റ് ബിഫോർ അറൈവിംഗ് ബാക്ക് ഇൻ ഹിസ് വില്ലേജ് ആഫ്റ്റർ എ ലോങ് ടൈം. നാളുകൾക്ക് ശേഷം തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടുകാരുടെ ആ ഒരു സപ്പോർട്ടും സ്നേഹവും, മോനെ കുറേ നാളായല്ലോ കണ്ടിട്ട് എന്നുള്ളൊരിത്, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളപ്പം നമ്മളെ റെസ്പെക്റ്റോടെ കാണുന്നത്, പിന്നെ എല്ലാത്തിൻ്റെയും ആ ഒരു ഊഷ്മളതയും ഒക്കെ നമ്മൾ പറയില്ലേ, ഹരിതാപയും പച്ചപ്പും ഊഷ്മളതയും, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു പോയറ്റാണ് ഫസ്റ്റ് സെക്ഷൻ ഓഫ് ദ പോയത്തിൽ കാണാൻ സാധിക്കുക. ബട്ട് സെക്കൻഡ് ഫേസിൽ വരുന്ന എന്താണ്? ഇറ്റ് ഈസ് ദ പെയിൻഫുൾ റിയാലിറ്റി ഓഫ് ദ പ്രസൻറ്റ്. ഇപ്പം ഈ നിമിഷം നമ്മൾ സ്വപ്നം കണ്ടതാണോ അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ എന്നുള്ളതിൻ്റെ ഒരു ഡെപ്പിക്ഷൻ ഓഫ് റിയൽ ലൈഫ്, അല്ലെങ്കിൽ പെയിൻഫുൾ റിയാലിറ്റി, വേദന തോന്നിപ്പിക്കുന്ന ആ ഒരു സത്യാവസ്ഥയാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദ പോയിറ്റ് സീസ് ദാറ്റ് ആഫ്റ്റർ 4 years ഓഫ് റിസർച്ച് ഇൻ നോർത്ത് ഇന്ത്യയിൽ 4 വർഷം റിസർച്ചിന് വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ 4 വർഷം റിസർച്ച് ഒക്കെ കഴിഞ്ഞ് ദ പോയിറ്റ് ഈസ് ഈഗർ ടു റീച്ച് ഹിസ് വില്ലേജിൽ എങ്ങനെയെങ്കിലും വന്നാൽ മതി. എന്തിന്? നമ്മുടെ ആ ഒരു ഹരിതാപയും പച്ചപ്പും ഊഷ്മളതയും ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി നോസ് ദാറ്റ് ഇറ്റ് ഈസ് പ്ലാന്റിംഗ് സീസൺ, വിളവെടുപ്പിൻ്റെ കാലമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഹി ഇമാജിൻസ് ദ ബസിൽ ഓൺ ദ ഫീൽഡ്സ് വെയർ ഫാമേഴ്സ് ആർ പ്ലവിംഗ് വിത്ത് സെവറൽ ഓക്സൻ. സോ ആ വിളവെടുപ്പിൻ്റെ സമയത്ത് ആ ഒരു ആരവം നമുക്ക് ഊഹിക്കാം അല്ലേ, ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഈ കാളകളെ വെച്ച് ആ പാടത്തൂടെ ഇങ്ങനെ പാട്ടുപാടി അവരുടെ ആ ഒരു ഫിസിക്കൽ ലേബർ കുറയ്ക്കാനായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പാടി ഫുഡൊക്കെ ഷെയർ ചെയ്ത് ആ ഒരു ബ്രൈറ്റ് സീസൺ അത് പ്രതീക്ഷിച്ച്, എന്നാൽ പിന്നെ ഇപ്പോഴാണ് കറക്റ്റ് സമയം നാട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മുടെ പോയറ്റ് വരുന്നു. ഹി എക്സ്പെക്ട്സ് ടു റീച്ച് ഹോം ഇൻ ടൈം ഫോർ എ ലോങ് ചെറിഷ് മീൽ ഓഫ് അത്തിക്കര റൈസ്. ഹിസ് ഫെഡ് അപ്പ് ബൈ ഈറ്റിംഗ് ചപ്പാത്തീസ്. നമ്മുടെ പോയറ്റ് നോർത്ത് ഇന്ത്യയിൽ കിടന്ന ഉണക്ക ചപ്പാത്തി കഴിച്ച് മടുത്ത് എങ്ങനെയെങ്കിലും വന്ന് കുറച്ച് അത്തിക്കര ചോറ്, അരി കൊണ്ടിട്ടുള്ള ചോറ് കഴിച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ടാണ് വരുന്നത്. ബട്ട് ദ റിയാലിറ്റി ഇസ് സർപ്രൈസിംഗ്ലി ഡിഫറെൻറ്റ്. വളരെ ഷോക്കിംഗ് ആയിരുന്നു. സത്യാവസ്ഥ എന്താണ്? വളരെ ഷോക്കിംഗ് ആയിരുന്നു. ദ പ്ലേസ് ഹാസ് ചേഞ്ച് ഡ്രാസ്റ്റിക്കലി. കണ്ട കാഴ്ചയല്ല, 4 വർഷങ്ങൾക്ക് മുന്നേ പോയപ്പോൾ എങ്ങനെയായിരുന്നു സ്ഥലവും ആൾക്കാരും, ഈവൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫാമേഴ്സ് എങ്ങനെയായിരുന്നു, അതൊന്നുമല്ല ഇപ്പം 4 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ. എവിടെയാണ് നിർത്തിയേ? ഓക്കെ, ഇൻ ദ പ്ലേസ് ഓഫ് പാഡി ഫീൽഡ്സ് ദെയർ ആർ റബ്ബർ, അരക്നട്ട് ആൻഡ് ഡീൽവുഡ് ട്രീസ്.
നമ്മുടെ വയലൊക്കെ മാറിപ്പോയി, വയലൊന്നും കാണാനില്ല, പകരം റബ്ബർ പ്ലാന്റേഷനായി, ആർക്കനറ്റായി ആൻഡ് ഓൾസോ ഡീൽ വിത്ത് ട്രീസായി, നമ്മൾ അതായത് ക്യാഷ് ക്രോപ്സായി. നമ്മൾ വിൽക്കുമ്പം ഇരട്ടി പണം കിട്ടുന്ന ക്യാഷ് ക്രോപ്സിലേക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറി. അവർ അതിനെ ബേസ് ചെയ്ത് ജീവിക്കാനായിട്ട് തുടങ്ങി. ഇൻസ്റ്റെഡ് ഓഫ് പ്ലാന്റിങ് പാഡി ഹിസ് ഫാദർ ഈസ് ഫിക്സിങ് എ ന്യൂ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്. എന്തിനധികം പറയുന്നു, സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛൻ തന്നെ നല്ല നെൽപ്പാടത്തൊക്കെ പോയി നോക്കി കൃഷിയൊക്കെ നോക്കി വെച്ചിരുന്ന ആളിപ്പം റബ്ബർ മെഷീൻ ഫിക്സ് ചെയ്യാണ്. നമുക്കറിയാം അല്ലേ, റബ്ബർ ഇത് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഈ ഷീറ്റ് എടുത്തിട്ട് ഷീറ്റ് അടിക്കുക എന്ന് പറയും. ആ ഒരു ഇതിനുള്ള മെഷീൻ, റബ്ബർ പാൽ എടുത്ത് കളക്ട് ചെയ്തിട്ട് അത് ഒട്ടുപാലാക്കുക, ഷീറ്റാക്കുക, അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ആ റബ്ബർ മെഷീൻ ഫിക്സ് ചെയ്യുകയാണ് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹി സീസ് ദാറ്റ് ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ പ്രോഫിറ്റ്. സോ ഈ അരിയും നെല്ലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇസ് നോട്ട് ദാറ്റ് പോസിബിൾ. കാരണം പകുതിയും കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ അത് നഷ്ടമാകാം, ചിലപ്പോൾ അത് ലാഭമാകാം. അത് ഒരുത്തൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ലക്ക് അനുസരിച്ചിരിക്കും. പക്ഷെ അതിന് റിസ്ക് ഒന്നും ഏറ്റെടുക്കുന്നില്ല. ഏത് കാലാവസ്ഥയാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് മണി മതി, ക്യാഷ് ക്രോപ്സ് മതി. സോ ഫാമേഴ്സിനെ ഒന്നും വേണ്ട, സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛൻ തന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പോൾ ജീവിച്ച് വരുന്നതെന്നുള്ളൊരു സാഡ് റിയാലിറ്റി ഓഫ് ലൈഫ്, ആ ഒരു പോയിന്റിലാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഹി സീസ് ദാറ്റ് ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ പ്രോഫിറ്റ് ആൻഡ് ഹിസ് ബ്രദർ കംസ് വിത്ത് വീറ്റ് ബോട്ട് ഫ്രം ദ റേഷൻ ഷോപ്പ്. അപ്പോൾ കണ്ട കാഴ്ച എന്താണ്, നമ്മുടെ വിളവെടുത്ത അരി, നെല്ലൊക്കെ ഇതാക്കിയിട്ട് നെല്ല് കുത്തി അരി എടുത്ത അതൊന്നും അല്ല കാണുന്ന കാഴ്ച. പകരം റേഷൻ കടയിൽ നിന്ന് നമ്മുടെ ഗോതമ്പ് പൊടിയും വാങ്ങിക്കൊണ്ട് വന്നേക്കാണ്. ആ ഒരു പോയറ്റിൻ്റെ അവസ്ഥയല്ലേ. നോർത്ത് ഇന്ത്യയിൽ നിന്നേ ചപ്പാത്തി കഴിച്ച് മടുത്ത് കുറച്ച് ചോറുണ്ണാൻ ഇവിടെ വന്നപ്പം ഇവിടെ എന്താ, ഇവിടുന്ന് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നത് എന്താണ്, ഗോതമ്പ് പൊടിയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ സ്നേഹ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു. നിങ്ങളുടെ ഈ വാല്യുബിൾ കമൻസ് കാണുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഉഷാറ് വരിക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, തംസപ്പ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കും ഒരു സന്തോഷം, എനിക്ക് പിന്നെയും അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. ഓക്കെ, അപ്പം ഇനിയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് ഉള്ളതും ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. അത് മിസ് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഓക്കെ, എനിക്കും ഇഷ്ടമാണ് മിസ് ചമ്പാവരി ചോറ്. ദേവിക, അത് കൊള്ളാമല്ലോ, അതിപ്പോൾ ആർക്കല്ലേ ഇഷ്ടമല്ലാത്ത, മലയാളിയാണോ നമ്മൾ കഴിച്ചിരിക്കും, അതൊക്കെ ഉള്ളതാണ്. നോ വറീസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? നമ്മുടെ ചപ്പാത്തി കഴിക്കുന്നത്. ചപ്പാത്തി കഴിച്ച് മടുത്ത് വന്ന പോയറ്റ് ഇവിടെ വരുമ്പോഴും കാണുന്നത് ഗോതമ്പ് പൊടിയും വാങ്ങിച്ചുകൊണ്ട് വരുന്ന ബ്രദറിനെയാണ്. അവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ സിമ്പിൾ നമുക്ക് കൊടുക്കാം. ഓക്കെ, ബട്ട് ദ റിയാലിറ്റി ഈസ് സർപ്രൈസിംഗ്ലി ഡിഫറെൻറ്റ്. ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ് ഡ്രാസ്റ്റിക്കലി. നമ്മുടെ ആ ഒരു സ്ഥലം മാത്രമല്ല, ആളുകളും വളരെയധികം മാറിയിരിക്കുന്നു. ഇൻ ദ പ്ലേസ് ഓഫ് പാഡി ഫീൽഡ്സ് ദെയർ ആർ റബ്ബർ, അരക്നട്ട് ആൻഡ് ഡീൽവുഡ് ട്രീസ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാന്റിംഗ് പാഡി. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഓക്കെ, സോ എവിടെയാ പറഞ്ഞു നിർത്തിയത്? നമ്മുടെ ബ്രദറും അവിടേക്ക് വരികയാണ്. പ്രോബബ്ലി ഹി ഹാസ് ടു ടേക്ക് ചപ്പാത്തീസ് ഹിയർ ടു. ചിലപ്പം പാവം പോയറ്റിന് ചിലപ്പം ഇവിടെയും ചപ്പാത്തീസ് എടുക്കേണ്ടി വരുമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, സോ ലാസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഇസ് ദാറ്റ് മീൻ വൈൽ ദേ ഹിയർ ദ സൗണ്ട് ഓഫ് ആൻ എയ്റോപ്ലെയിൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്ലെയിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ആൻഡ് അതിലെന്തായിരുന്നു, അതിൽ ആരായിരുന്നു? ഇറ്റ് ക്യാരീസ് ദ ചീഫ് മിനിസ്റ്റർ ഹു ഗോസ് ടു ദ സെൻറ്റർ ടു ക്ലാമർ ഫോർ മോർ ഗ്രെയിൻസ്. ഇതേപോലുള്ള ഈ ഗ്രെയിൻസിന് വേണ്ടിയിട്ട് പിന്നെയും പോകുന്ന, സെൻറ്ററിലേക്ക് പോകുന്ന ചീഫ് മിനിസ്റ്ററിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇറ്റ് ഫ്ലൈസ് അബൌവ് ദ ക്യാഷ് ക്രോപ്സ് ബിക്കോസ് നോ വൺ പ്രൊമോട്ട്സ് ഫാമിംഗ് ഓഫ് റൈസ്. അത് ഈ പ്ലെയിൻ പറന്നു പോകുന്നതോ നമ്മുടെ ക്യാഷ് ക്രോപ്സിൻ്റെ മുന്നിൽ കൂടിയും. ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ഒരു സാറ്റർ എലമെൻറ്റ്സ് ആണ് നമ്മുടെ പോയറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ ഒരു വിരോധാഭാസം എന്ന് നമ്മൾ പറയില്ലേ, എന്തൊക്കെയോ പറഞ്ഞ് നമ്മളെ ഫലിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതൊരു ട്രൂ മെസ്സേജ് ആണോ? അല്ല. നമ്മളെ ക്യാഷ് ക്രോപ്സിൻ്റെ മുന്നിൽ കൂടെ ഗ്രെയിൻസ് കളക്ട് ചെയ്യാനായിട്ട് പോകുന്ന ചീഫ് മിനിസ്റ്ററിനെയാണ് മുകളിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ദ പോയിറ്റ് വണ്ടേഴ്സ് ദാറ്റ് ഈവൻ ഫോർ സം ഹാർസ് വി മേ ഹാവ് ടു ഗോ ടു ദ സെൻറ്റർ ആൻഡ് ബെഗ് ഫോർ ഇറ്റ്. സോ ഇൻ ദ ബിഗിനിങ് നമ്മുടെ പോയറ്റ് പ്രതീക്ഷിച്ച് വരുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ഈ ഹസ്ക് കൊണ്ടിട്ട് ടോയ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ആൾ കുറച്ച് നല്ല കുട്ടികൾക്കൊക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ഇന്നതൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഈ ഹസ്കിന് വേണ്ടിയിട്ട് പുറത്ത് പോകേണ്ട അവസ്ഥയാണല്ലോ. വൺ cannot miss the social criticism. See, we cannot miss the social criticism raised in the poem about the people who are not reluctant to discard their age-old traditions and customs. നമ്മൾ ഇത്രയും നാളായിട്ട് ജനിച്ച് വളർന്ന് ഏതൊരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് വരെ പഠിച്ച് പരിചയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരൊറ്റ
നിമിഷം കൊണ്ട് നമുക്കതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച പുതിയൊരു സ്റ്റൈലിലേക്ക് നമ്മുടെ ലൈഫ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ക്രിറ്റിസിസം ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ ബേസിനെ മറന്നിട്ട് നമ്മൾ വേറെ പലതും വെസ്റ്റേണൈസേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബേസിനെ മറന്ന് ചിന്തിക്കരുത് അല്ലേ. സോ അതാണ് പറയുന്നത്. സോ അതൊരു സോഷ്യൽ ക്രിറ്റിസിസമാണ് വിച്ച് ഇസ് റേസ്ഡ് ഇൻ ദ പോയം ആൻഡ് പീപ്പിൾ ആർ നോട്ട് റിലക്റ്റൻറ്റ്. അവർക്ക് അതൊന്നും മറന്ന് പ്രവർത്തിക്കാൻ അവർക്ക് ഒരു മടിയില്ല. കാരണം അപ്പോഴത്തെ ബെനിഫിറ്റ് എന്താണോ അത്, ഇതുവരെ വന്നിട്ടുള്ളത് അത് സംതിങ് എൽസ്. ഇപ്പോഴത്തെ ഫോർ ദ പ്രസൻറ്റ് ബെനിഫിറ്റ് ഇതൊക്കെ നമ്മൾ ചെയ്യാന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് എ ക്രിറ്റിസിസം ഓൺ പീപ്പിൾ ഹൂ ആർ നോട്ട് റിലക്റ്റൻറ്റ് ടു ഡിസ്കാർഡ് ദെയർ ഏജ് ഓൾഡ് ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ്. ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ള ട്രഡീഷൻസ് ആയിക്കൊള്ളട്ടെ കസ്റ്റംസ് ആയിക്കൊള്ളട്ടെ മറക്കുന്ന ആൾക്കാരെ സാറ്ററിക്കലി നമ്മൾ ഒന്ന് കൊത്തു കൊടുക്കുന്നത് പോലെ എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പോയം വിച്ച് ഓൾസോ ആക്ട്സ് ആസ് ആൻ ഐ ഓപ്പണർ ഫോർ മെനി. ഓക്കെ, അങ്ങനത്തെ ഒരു പോയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ പോയം ഇഷ്ടമാണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഇനി നമ്മുടെ തേർഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണ് വിച്ച് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയം വിച്ച് ഇസ് ബൈ ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നതും നമ്മുടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രീതിയിൽ ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ പ്രിവലൻ്റ് ആയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വൺ ഓഫ് ദ മോസ്റ്റ് റൈസിങ് ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഡ്രഗ് അബ്യൂസ് ആണ്. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ വില എന്ന് പറയുന്നത് വളരെ അധികമാണ്. കാരണം നമ്മൾ ന്യൂസ് പേപ്പർ ആണെങ്കിലും TV ആണെങ്കിലും ന്യൂസ് വെച്ചാൽ നമ്മൾ കാണുന്ന 1-2 ഡ്രഗ് അബ്യൂസ് സ്റ്റോറീസ് ഉണ്ടാകും. സോ അതിനെ ബേസ് ചെയ്ത് ഇതും ഒരു ഐ ഓപ്പണറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളാണല്ലോ ഭാവി പൗരന്മാർ അല്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ നേഷൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ മാക്സിമം കണ്ണ് തുറപ്പിച്ച് നിങ്ങളെ സത്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ച് മുന്നോട്ട് ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളൊരു ബേസിലാണ് ഈ ഒരു യൂണിറ്റ് തന്നെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോകുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ സമ്മറി മിസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ വായിക്കാം. ഓക്കെ, ഇൻ ദ ബിഗിനിങ്, അതായത് ഈ ഒരു എസ്സേയുടെ ഇതിൽ ഇൻ ദ ബിഗിനിങ് ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ് സേസ് ദാറ്റ് വിത്ത് ദ നോഷൻ ഓഫ് പ്രിവെൻറ്റിംഗ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസീസസ് ഡ്രഗ്സ് ഹാവ് ബീൻ ഡിസ്കവേർഡ്. നമ്മൾ ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ബേസിക്കലി മരുന്ന് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ, ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ പനി വരികയാണ്, അല്ലെങ്കിൽ ഭയങ്കര ബോഡി പെയിൻ ആണ്, ഹെഡ് ഏക്ക് ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡോളോപാറോ ഡോളോ 650 ഒക്കെ നമ്മൾ കഴിക്കും അല്ലേ. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അതിനെ ക്യൂർ ചെയ്യാനാണ് നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നത് അല്ലേ. വിത്ത് ദ നോഷൻ ഓഫ് പ്രിവെൻറ്റിംഗ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസീസസ്, ശാരീരികമായും മാനസികമായും നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഡിസിൻസ് കഴിക്കുന്നത്. This made people to think that any disease, whether it is infective or psychic, can be cured by taking a pill. ഈ ഒരു നോഷൻ നമ്മുടെ വലിയ ആളുകളിലേക്ക് വലിയ തോതിൽ ഇറങ്ങി ചെന്നപ്പം ആളുകൾക്കൊരു ഒരു തരം അസംഷൻ ഉണ്ടായി. ഏത് തരത്തിലുള്ള അസുഖമാണെങ്കിലും നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറും എന്നൊരു മിസ്കൺസെപ്ഷൻ അവർക്ക് ഉണ്ടാകുകയാണ് ചെയ്തത്. അത് ഇൻഫെക്ഷൻ ആയിക്കൊള്ളട്ടെ, അതിപ്പോൾ ശരീരത്തിനെ ആണെങ്കിലും മനസ്സിനെ ആണെങ്കിലും, അതല്ല തലച്ചോറിനെ ബാധിക്കുന്നതാണെങ്കിലും നമ്മുടെ ലോജിക്കിനെ ബാധിക്കുന്നതാണെങ്കിലും അതിനൊക്കെ മരുന്നുണ്ടെന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ നമ്മുടെ ഇടയിൽ വളരെയധികം സ്പ്രെഡ് ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണോ? Okay, so this made people to think that any disease, whether it is infective ആയിക്കോട്ടെ, ശരിക്കും നമ്മുടെ ബോഡിയിൽ വരുന്ന അസുഖം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൈക്കിക് ആയിക്കോട്ടെ, മെൻ്റലി ഓർ ഫിസിക്കലി ആയിക്കൊള്ളട്ടെ, ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് ബൈ ടേക്കിംഗ് എ പിൽ. ഒരൊറ്റ മരുന്ന് കഴിച്ചാൽ അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അത് ആൾക്കാരിലെത്തി. അത് വിച്ച് ഇസ് ആക്ച്വലി വെരി ഡേഞ്ചറസ്. ആ ഒരു മനോഭാവം ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. അതും കൂടെ മിസ് ഇടയ്ക്ക് ആഡ് ചെയ്യാം. ഓക്കെ, if a person abuses the drug, he will lose his ability to solve life situations through perseverance, self-discipline and mental effort. നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, താങ്ങാൻ പറ്റുന്ന ഈ ഒരു കാര്യത്തിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? മെൻ്റൽ പ്രോബ്ലംസ് എന്തെങ്കിലും നമുക്കുണ്ടായാൽ അതിൽ നിന്ന് തരണം ചെയ്യാൻ ഒരു പില്ല് കഴിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ അത് എന്തിനെ ബാധിക്കുന്നു? നമുക്ക് നമ്മുടേതായ ഈ ഒരു നാച്ചുറൽ വേൾഡിൽ ഉണ്ടായ നമുക്ക് എന്തായാലും അതിൻ്റെ സൊല്യൂഷൻസും
നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. കുറച്ച് ആശ്വാസത്തോടെ ഒന്ന് സേഫായി ഇരുന്നിട്ട് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന പോയിൻറ്റ്സേ പലതിനും ഉള്ളൂ. അതാണ് നമ്മൾ പല ഡ്രഗ്സും ഇൻഡ്യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ, ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ സെൽഫ് ഡിസിപ്ലിനെ അത് ബാധിക്കും, നമ്മുടെ ഒരു നാച്ചുറൽ രീതിയെ അത് ബാധിക്കും, മെൻ്റൽ എഫേർട്ടിനെ അത് ബാധിക്കും. നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കാതാകും. പകരം അത് ഇൻഡ്യൂസ് ചെയ്ത്, ഡ്രഗ്സ് ഇൻഡ്യൂസ് ചെയ്ത പല ഫോർമേഷൻ അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ്സിൽ കൂടെ നമ്മളെ ആക്ഷൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിലും നമ്മളാണോ അത് ചെയ്യുന്നത്? നമ്മുടെ മാനുവൽ എഫേർട്ടാണോ അവിടെ കാണുന്നത്? അല്ല, വേറെ ആരോ ചെയ്യാണ്, വേറെ ആരോ അവിടെ ഇരുന്ന് ചെയ്യിപ്പിക്കുന്നത് പോലെ ആ ഡ്രഗ്സ് ചെയ്യാണ്. അപ്പം നമ്മുടെ പെർസവറൻസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ, അതും അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ എഫേർട്ടിനെയാണ് ഇത്തരം പിൽസ് കഴിക്കുന്നതിലൂടെ വളരെയധികം ബാധിക്കുന്നത്. അത് ക്ലിയർ ആണേ? ഓക്കെ. സോ സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്, ഹാർഡൻ സേസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ബ്ലെയിം ദ മെഡിക്കൽ ഫീൽഡ് ഫോർ ഡ്രഗ് അബ്യൂസ് ബിക്കോസ് ദ മെഡിക്കൽ ഫീൽഡ് ഹാസ് എ ഗ്രേറ്റ് ഹിസ്റ്ററി ഫ്രം ഹിപ്പോക്രറ്റസ് പീരീഡ്സ് ഓൺവേർഡ്സ്. സോ നമുക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡ്, ഈ മരുന്ന് കമ്പനിക്കാരുടെ അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ ഫീൽഡാണ് ഇതിനൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. വെദർ ടു യൂസ് ഇറ്റ് ഓർ നോട്ട് എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങളത് എടുക്കാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളെ ബേസ് ചെയ്തിരിക്കും. അതിന് ഇതല്ലേ ഈ ഒരു മരുന്ന് അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിന്നല്ലേ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഓരോന്ന് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റുക. അതിനെ വേണ്ടാത്ത രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് മെഡിക്കൽ ബോർഡിനെ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിനെ ബ്ലെയിം ചെയ്തിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. കാരണം അത് തെറ്റായിട്ടുള്ളൊരു അസംഷനാണ്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? അല്ല, ഹിപ്പോക്രറ്റസിൻ്റെ കാലത്ത് തൊട്ടേ നമുക്ക് ഈ ഒരു മെഡിക്കൽ ഫോർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഫിസിക്കൽ പ്രശ്നം വന്നാൽ ക്യൂർ ചെയ്യാന്നുള്ളത് ഹിപ്പോക്രറ്റസിൻ്റെ സമയം തൊട്ടേ നമ്മുടെ ഇതിൽ ഉള്ളതാണ്. And who was he? Hippocrates was a Greek physician, is considered as the father of medicine. So Hippocrates is considered to be the father of medicine. Okay, medicine father എന്ന് കണക്കാക്കുന്ന ഗ്രീക്ക് ഫിസിഷ്യൻ ആയിരുന്നു ഹിപ്പോക്രറ്റസ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെയുള്ള ഈ ഒരു മെഡിക്കൽ ഫീൽഡിനെ ഇപ്പോഴത്തെ ജനറേഷൻ അബ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ബ്ലെയിം ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. So based on the symptoms of the disease, body constitution and habits of the patients, he gave remedy to his patients. So അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു രോഗി വരുമ്പോൾ, പേഷ്യൻസ് വരുമ്പം എന്തൊക്കെയാണ് നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ആ ഒരു ബോഡി നാച്ചുറൽ സ്റ്റൈൽ അദ്ദേഹം മനസ്സിലാക്കും. ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യൻറ്റ്, അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെ ഹാബിറ്റ്സ് എന്തൊക്കെ ആയതുകൊണ്ടാവാം ചിലപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നത്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ആൻഡ് ഹി ഗേവ് റെമഡി, അതിനൊരു റെമഡി, ആ ഒരു പ്രോബ്ലംസ്, അവരുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടായ എന്തെങ്കിലും മാറ്റം കൊണ്ടാണ് ഇതുപോലുള്ള അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു മെഡിസിൻ അല്ല, ഒരു റെമഡി പറഞ്ഞു കൊടുക്കുന്നത് പോലെയായിരുന്നു ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്തിരുന്നത്. ഹിസ് പ്രിൻസിപ്പിൾ ഇസ് പ്രാക്ടീസ് ബൈ മോഡേൺ ഫിസിഷ്യൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ മോഡേൺ ഫിസിഷ്യൻസ് ആണെങ്കിൽ പോലും ഒരു രോഗി അടുത്ത് വരുമ്പോൾ, ഒരു പേഷ്യൻ്റ് വരുമ്പം അവരുടെ പ്രശ്നം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കും. എന്തുകൊണ്ടാകാം ഇങ്ങനൊരു പ്രശ്നം വന്നതെന്നുള്ളത് ട്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കിട്ടി അതിനൊരു റെമഡി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട് ഡോക്ടേഴ്സ് ഡു മെയിൻലി, അല്ലേ? That is, a physician should prescribe ab medicine to cure a particular disease. അതായത് ഒരു അസുഖം വന്നാൽ ആ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പറ്റിയൊരു മരുന്ന് കൊടുക്കുന്നു. And the negative effect of the drug is that if a healthy person drugs without any disease, it will destroy the healthy functioning of the brain and the body. അതേസമയം അസുഖമുള്ള ഒരാൾക്ക് ഓക്കെ അല്ലേ, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതിന് എതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് അത് നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസുഖം ക്യൂർ ആവും. പക്ഷേ ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾ ഒരു ഡ്രഗ് കഴിക്കുകയാണെങ്കിൽ അത് അഡ്വേഴ്സ്ലി, അത് നെഗറ്റീവായിട്ടാണ് ഇഫക്റ്റ് ചെയ്യുക. ആൻഡ് അത് ബോഡിയിൽ മാത്രമല്ല, ഹെൽത്തി ഫങ്ഷനിങ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ ബോഡിയെയും ബ്രെയിനെയും ഒരുപോലെ നെഗറ്റീവായിട്ട് അത് ബാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ മെസ്സേജ് എന്ന് പറയുന്നത്? സ്നേഹ മനസ്സിലാവുന്നുണ്ടോ? അനുഷ കൃഷ്ണ ഹായ് മിസ്സേ, ഹലോ അനുഷ. എടാ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് വാ, ഒരു ലൈവ് ക്ലാസ്, ഇവിടെ ലൈവ് സെഷൻ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് +2 ഫുൾ മാർക്സ് വേണ്ടേ, ഇംഗ്ലീഷ് പൊളിക്കണ്ടേ, A+ഓടെ പൊളിക്കണ്ടേ. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ കമൻസും പിൻ ചെയ്യാനായിട്ട് മറക്കണ്ട. ഓക്കെ, സോ ഇനി നമുക്ക് ബാക്കി കുറച്ച് കളി കുറച്ച് കാര്യം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വരുമ്പോഴത്തേക്ക് ഹാർഡിൻ then tells this, എന്താണ് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിൽ സംസാരിച്ചപ്പോൾ എനിക്ക് തന്നെ സ്ലിപ്പ് ഓഫ് ടങ്ക് വരികയാണ് കേട്ടോ, സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഹാർഡിൻ then tells that one should make a distinction between medicines and sensual drug. So
മെഡിസിൻ എന്താണ്, മരുന്ന് എന്താണ്, സെൻട്രൽ ഡ്രഗ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം, അവയർനെസ് ഉണ്ടാവണം. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മെഡിസിൻ ആൻഡ് എ സെൻട്രൽ ഡ്രഗ്? സെൻട്രൽ ഡ്രഗ് എന്ന് പറയുന്നത് കെമിക്കൽ പ്രോസസ്സുകളിൽ കൂടെ ബ്രെയിൻ സെൽസിനെ ആക്റ്റീവ് ആക്കുന്നതാണ്. അതായത് നമുക്കൊരു സന്തോഷം വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലഷർ ഉണ്ടാവണമെങ്കിൽ ഈ ഡ്രഗ്സ് അവിടെ കെമിക്കൽ ഫോർമേഷൻ നടത്തും. മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ അസുഖം എന്താണോ അതനുസരിച്ച് അതിനെ റിപ്പയർ ചെയ്യാണ്. പക്ഷേ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് പ്ലഷർ അല്ലെങ്കിൽ പ്ലഷർ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് സെൻട്രൽ ഡ്രഗ്സ്. സോ ദർ ഷുഡ് ബി എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെൻട്രൽ ഡ്രഗ്സ് ആസ് വെൽ ആസ് ദിസ് മെഡിസിൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉപയോഗം എന്തിനാണ്, ഇത് ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും ഉപയോഗിച്ചാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കുന്ന കൃത്യം അവയർനെസ് എല്ലാവരിലും ഒരുപോലെ ഉണ്ടാവണം. അല്ലെങ്കിൽ അത് ഓരോരുത്തരെ ബാധിക്കുന്നതിനോടൊപ്പം അതൊരു സൊസൈറ്റിയെ ബാധിക്കും, ആ സൊസൈറ്റി ഒരു നേഷനെ ബാധിക്കും, ആ നേഷൻ പിന്നെ എന്തിനെ ബാധിക്കും, വേൾഡിനെ തന്നെ ബാധിക്കാനായിട്ട്. കാരണം യങ് ജനറേഷനിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫ്യൂച്ചർ വേൾഡിനെ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആണല്ലോ? ഓക്കെ. നീതു, ഹായ്. ഇപ്പോഴാണോ ക്ലാസ്സിൽ വരുന്നത്? ഹായ് ഒക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് കിഡിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? ഓക്കെ. ഇറ്റ് വിൽ ഓൺലി പ്രൊവൈഡ് എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ ബൈ സ്റ്റിമുലേറ്റിംഗ് ദ പ്ലഷർ സെൻറ്റേഴ്സ് ഈഥർ ഡയറക്ട്ലി ഓർ ത്രൂ കെമിക്കൽ മിമിക്രി. അതായത് ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിൽ സെൻട്രൽ ഡ്രഗ്സിൻ്റെ വാട്ട് ഈസ് ദ ജോബ് ഓഫ് ദിസ് സെൻട്രൽ ഡ്രഗ്സ്? അവർ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഡിവൈസ് എന്നുള്ള രീതിയിലാണ് സെൻട്രൽ ഡ്രഗ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് ഇങ്ങനെ യൂസ് ചെയ്ത് വരുമ്പം ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, കുറച്ച് പ്ലഷർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം ആ ഒരു കുറച്ച് നേരത്തേക്ക് ടെമ്പററി ആയിട്ട് കിട്ടുന്ന ആ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ബ്രെയിൻ വിച്ച് കൺട്രോൾ സെൻസേഷൻ, മൂഡ്സ്, തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ത്രൂ എ സീരീസ് ഓഫ് കെമിക്കലി കൺട്രോൾ പ്രോസസ്സസ്. ഒരുപാട് ഇതെല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ഫുൾ സിസ്റ്റം. ഞാനിപ്പോൾ ഇത്രയും ലൈവായിട്ട് നിങ്ങളുടെ അടുത്ത് ഇത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻ്റെ എല്ലാ ഇമോഷൻസും, ഞാൻ ഇപ്പോൾ എക്സൈറ്റഡ് ആണ് അല്ലേ, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ ഹാപ്പി, എക്സൈറ്റ്മെൻറ്റ്, ഈ പല തരത്തിലുള്ള മൂഡ്സ് എല്ലാം കൂടെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഞാനാണോ? എൻ്റെ ബ്രെയിനാണ്, എൻ്റെ തലച്ചോറാണ് ഇതെല്ലാം ഇതാക്കുന്നത് അല്ലേ. അപ്പം ഇതെല്ലാം ഈ ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഈ സംഭവങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് മൂഡ് അനുസരിച്ച് മൂഡ് മാറ്റി ആക്ഷൻസ് അതേപോലെ പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിനാണ്. സോ ബ്രെയിനിന് കെമിക്കലി കൺട്രോൾഡ് പ്രോസസ്സിൽ കൂടെ ബ്രെയിനിനെ ഓരോന്ന് ചെയ്യാൻ ഫോഴ്സ് ചെയ്യാണ് സെൻട്രൽ ഡ്രഗ്സ് ചെയ്യുന്നത്. അവിടെ അപ്പം നമ്മുടേതായ കഴിവാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ ബ്രെയിനിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കഴിവ് നഷ്ടപ്പെടുകയും ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ പ്രോസസ്സിൽ കൂടെ മിമിക്രി കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ കെമിക്കൽ ഫോർമേഷൻസിൻ്റെ ഒരു മിമിക്രി കാരണം നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് പിന്നീട് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ജാക്സൺ, ഹായ് മിസ്സേ, ഹലോഡാ. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ല തംസപ്പ് കാണിക്കുക. മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ആ പോയിൻറ്റ്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അതും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. മിസ്സിനെ എത്ര സംശയം ചോദിച്ചാലും അത് ക്ലിയർ ആക്കി തരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ, ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പോയിൻറ്റ്. സോ when an individual starts drug abuse, he is less satisfied in the amount of drug which he is consuming. Most important point ആണ്, കാരണം ഒരു ലൈഫ് ലെസൺ കൂടിയാണ്. ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഈ ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പം ഹി ഈസ് ലെസ് സാറ്റിസ്ഫൈഡ്. ആദ്യം ചെയ്യുമ്പം ഇതെന്താണെന്നുള്ള മനസ്സിലാകാത്ത ഒരു അവസ്ഥ, പിന്നീട് അത് മാറുമ്പം അത് പോരാതായി വരും. യൂഷ്വൽ എമൗണ്ട് എന്താണോ ചെയ്യുന്നത് അത് അവന് മതിയാവാതെ വരും. അപ്പോൾ പിന്നെയും അത് ചെയ്യാനായിട്ട്, അങ്ങനെയാണ് അതൊരു അഡിക്ഷനിലേക്ക് പോകുന്നത്. എന്ത് വിച്ച് അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ നാച്ചുറൽ പ്രോസസ് ഓഫ് ദിസ് ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിനെ തന്നെ അതിനെ ബാധിക്കുന്ന രീതിയിൽ അവനൊരു അഡിക്റ്റായി മാറുന്നു. In severe addiction, the pleasure mechanism fails. ചില സിറ്റുവേഷൻസിൽ എന്താണ് ഈ പ്ലഷർ ഇൻടേക്ക് അല്ലെങ്കിൽ പ്ലഷർ ഫീലിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ഡ്രഗ് ഇൻഡ്യൂസ് ചെയ്യുക. ചില സ്ഥലങ്ങളിൽ അത് നഷ്ടപ്പെടും, അത് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതൽ ഡ്രഗ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ദർ ഇസ് എ മിസ്കൺസെപ്ഷൻ ദാറ്റ് ഡ്രഗ് ക്യാൻ ഗീവ് റിലീഫ് ടു സോറോസ് ആൻഡ് റിലീഫ്. എന്ത് വിഷമം വന്നാലും ജീവിതത്തിൽ തകർന്നു പോകുന്ന അവസ്ഥയാണ്, ടെൻഷനാണ്, ഇനി ജീവിക്കേണ്ട, മടുപ്പാണ്, എന്നാൽ പിന്നെ ഒരു എസ്കേപ്പ് മെക്കാനിസം
മെക്കാനിസമായിട്ട് നമുക്ക് കുറച്ച് ഡ്രഗ് ഇൻഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു മിസ്കൺസെപ്ഷനിൽ കൂടെയാണ് പലരും ഈ ഒരു സാധനത്തിലേക്ക് എത്തിച്ചെല്ലുന്നത്. പക്ഷേ സത്യാവസ്ഥ അതാണോ? ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കേട്ടോ. നിങ്ങളുടെ ഭാവി പോകുന്നു, നിങ്ങളുടെ ഹെൽത്ത് നഷ്ടമാകുന്നു, നിങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സൊസൈറ്റിക്ക് തന്നെയുള്ള ഒരു ഹോപ്പ് നഷ്ടപ്പെടുന്നു എന്നതിലുപരി ഒന്നിനും ഈ ഡ്രഗ്സ് ഒരു ആൻസർ അല്ല, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ളൊരു മെസ്സേജ് ഈ ചാപ്റ്ററിൽ കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, so a person who is addicted to drug begins to suffer depression. അങ്ങനെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ പിന്നീട് പോകുമ്പം ഇത് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു റിയലൈസേഷൻ വരും, ഒരു മാറ്റം എനിക്ക് സംഭവിച്ചില്ല, കുറേ ആൾക്കാരുടെ ചീത്തപ്പേര് ലഭിച്ചു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും എൻ്റെ ലൈഫിൽ സംഭവിച്ചില്ല എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്കുമ്പം, അല്ലെങ്കിൽ അങ്ങോട്ട് ഇതേപോലെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം തളർന്നു പോകും, എവിടാണെങ്കിലും പതറിപ്പോവും. അതല്ലാതെ ലൈഫ് ലോങ് ആയിട്ട് നമുക്കിത് പ്ലഷർ തരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇതിൽ ചെന്ന് പെടുകയാണെങ്കിൽ ശുദ്ധ മണ്ടത്തരം എന്നല്ലാതെ വേറൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ ചെല്ലുന്നത് പിന്നീട് ഡിപ്രഷനിലേക്ക് ചെന്ന് വീഴുന്നു. ഫിസിക്കൽ പ്രോബ്ലംസ്, ശാരീരികം മാത്രമല്ല, മെൻ്റൽ പ്രോബ്ലംസ് മാത്രമല്ല, ഫിസിക്കലി നമ്മളെ അതിനെ ബാധിക്കും. ഫിസിക്കൽ പ്രോബ്ലംസ്, അസുഖങ്ങൾ ഉണ്ടാവുന്നു. ആൻഡ് ഷോ പേഴ്സണാലിറ്റി ചേഞ്ചസ്. അങ്ങനെ ഈ ഡ്യുവൽ ക്യാരക്ടർ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാറില്ലേ, ഇപ്പം കാണിക്കുന്ന ആയിരിക്കില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും ക്ലാസ് എടുക്കുക, ഇപ്പോൾ ഇതേപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അഡിക്റ്റോ എല്ലാം ആണെങ്കിൽ എനിക്ക് ഇരിക്കുന്ന ഇരിപ്പിലായിരിക്കും ചിലപ്പോൾ മൂഡ് സ്വിങ്സ് വരിക. അതായത് നമ്മുടെ ബ്രെയിനാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, നമ്മളെ കൊണ്ട് ആർട്ടിഫിഷ്യൽ മിമിക്രി പ്രോസസ്സിൽ കൂടെ ഇങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ സ്വന്തം ആ ഒരു കോൺഷ്യസ് ലെവൽ ഓഫ് തോട്ട്സ് ഉണ്ടല്ലോ, അത് മൊത്തം മിന്നിമായും. ഓക്കെ, പിന്നെ എന്തിനാ ഈ പണിക്ക് പോകുന്നതല്ല മക്കളെ, നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ അറിയാം. ഇതിൻ്റെ നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടെയൊക്കെ പഠിച്ച് നമ്മളൊക്കെ ബോധവാന്മാരായിട്ട് നല്ല അവെയർ ആയിട്ടിരിക്കുകയാണ്. ഇതറിയാത്ത ആൾക്കാരിലേക്കും ഈ മെസ്സേജസ് നമ്മൾ മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഓക്കെ, so they can't even know what is happening around them and to whom they are talking. അവർക്ക് എന്തിനു പേരെ പറയുന്നു, എന്താണ് പറയുന്നത്, ആരോട് എന്താണ് പറയുന്നതെന്നുള്ള ഒരു ബേസിക് നോളജ് അല്ലെങ്കിൽ ആ ഒരു ബോധം പോലും അവർക്കില്ലാതായി മാറും കാലക്രമേണ. ഓക്കെ, ഹിസ് മൈൻഡ് വിൽ ബി ഓൾവേസ് ഡിസ്റ്റർബ്ഡ്. എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കും, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ചെയ്യുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ഹെൻസ് ഹിസ് മെൻ്റൽ കണ്ടീഷൻ ക്യാൻ ബി കമ്പയർഡ് ടു പാരനോയ. ഒരു പാരനോയ ലെവൽ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് നമ്മുടെ മനസ്സ് വഴുതി വീണു പോവുകയാണ് ചെയ്യുക. ഹി ഡസ് നോട്ട് നോ വൈ ഹി ഈസ് ഡിസ്റ്റർബ്. ഞാൻ എന്തിനാ ഈ സങ്കടപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഇറിറ്റേറ്റഡ് ആകുന്നത് എന്തിനാണെന്നുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു ഹെൽത്തി മൈൻഡിനാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതേപോലെ ഡിപ്രസ്ഡ് ആവില്ല. അയാൾ തന്നെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ ഇതിൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മൂഡ് സ്വിങ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു ഹെൽത്തി മൈൻഡ് നാച്ചുറലായിട്ട് ബ്രെയിൻ തന്നെ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഇതേപോലുള്ള അഡിക്ട്സിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഈ ഡിസ്റ്റർബ് ആവുന്നത് എന്തിനാണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ അവിടെ മൊത്തത്തിലൊരു ജഗപൊകയാകും. ഓക്കെ, he feels that everyone is looking at him strangely because he cannot realize whether an individual is smiling or angry with him. ഒരാളിപ്പോൾ നടന്നു പോവുകയാണ്, ഓപ്പോസിറ്റ് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ എന്നെ നോക്കി ചിരിക്കുകയാണോ, ദേഷ്യപ്പെടുകയാണോ, അയാൾ എന്നെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണോ കാണുന്നത്, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസാണ്. സാധാരണ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ, ഇപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേറൊരാൾ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിരിക്കും. അറിയെങ്കിലും അറിയില്ലെങ്കിലും നമ്മളൊരു ചെറിയ പുഞ്ചിരി ഇങ്ങനെ ഒന്ന് പാസ്സാക്കും അല്ലേ. അത് ഓക്കെയാണ്, ഒരു നാച്ചുറൽ ഹ്യൂമൻ ടെൻഡൻസിയാണ്. പക്ഷേ ഇതുപോലുള്ള ഒരാൾക്ക് ഹൂസ് ഒരു ഡ്രഗ് അബ്യൂസിൻ്റെ വിക്റ്റിം ആയിട്ടുള്ള ഒരാൾക്ക് അതുപോലും കാറ്റഗറൈസ് ചെയ്ത് എന്താണ് ആ ഒരു ഫീലിംഗ് എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല. ദ അഡിക്റ്റ് ഈവൻ ഫീൽസ് ദാറ്റ് ഹി ഈസ് ഡെഡ് ഇൻസൈഡ്. ഞാൻ മരിച്ചു കഴിഞ്ഞു, ഇപ്പം എന്തോ ഒരു സാധനം ഇങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളൊരു ഫീലോടെയാണ് പാതി ആൾക്കാരും ജീവിക്കുക. ധീരജ്, ഹലോ മിസ്, ഹലോ. സോ ഇനി അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് പറയുന്നത്. ഇതേപോലെ ഡ്രഗ്സ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ ഇറ്റ് മേ കോസ് മെനി ഡിസീസസ്. ഒരുപാട് അസുഖങ്ങൾക്ക് അത് വഴിയുണ്ടാക്കും. ഇഫ് ദ ഡ്രഗ് അഡിക്ട്സ് യൂസ് dirty needles and solutions which are used for injecting drugs, it will cause other complications. So ഇതുപോലുള്ള നീഡിൽസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള വേറെ കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കും. സ്നിഫിംഗ് കൊക്കെയിൻ ആൻഡ് ആംഫെറ്റമിൻസ് ഡീജനറേറ്റ് ദ നോസ് ടിഷ്യൂ. ഇതേപോലുള്ള സ്നിഫിംഗ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ നോസ് ടിഷ്യൂവിനെയാണ് ബാധിക്കുക. അതിൻ്റെ സെൻസാണ്
പിന്നീട് കാലക്രമേണ കുറയുക. ആൻഡ് ടുബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസസ്. നമ്മൾ ഒരു സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഡയലോഗ് തന്നെയാണ് അല്ലേ, ടുബാക്കോ ദ യൂസ് ഓഫ് ടുബാക്കോ ആൻഡ് സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ് ഡിസീസ് എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ, ശ്വസിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ലങ്സിനാണ് അസുഖങ്ങൾ വരിക. ഹെവി യൂസേഴ്സ് ഓഫ് ആൽക്കഹോൾ, വോളറ്റൈൽ സോൾവെൻറ്റ്സ്, ആഫിറ്റമിൻസ് ആൻഡ് മറിവാന ക്യാൻ പെർമനൻ്റ്ലി ഡാമേജ് ദ ലിവർ ഓഫ് ദി യൂസേഴ്സ്. ഇതുപോലെയുള്ള ആൽക്കഹോൾസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടൻറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ലിവറിന് തന്നെ പ്രശ്നങ്ങൾ വരാം. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ ലിവർ വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്കും വരും. ഇഫ് പ്രഗ്നൻറ്റ് വുമൻ കൺസ്യൂം ഡ്രഗ്സ് ദർ ബേബീസ് ബിക്കം എ ഡ്രഗ് അഡിക്റ്റ് ആൻഡ് ഷോ വിഡ്രോവൽ സിംറ്റംസ്. ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് എന്താണ്, കുട്ടികളിലും ഉണ്ടാകും. ഓക്കെ, അവരുടെ ഈവൻ വളർച്ചയെ തന്നെ അത് ബാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് കൊക്കെയിൻ ആൻഡ് ആംഫെറ്റമിൻസ് ഡു ഹെയർ ഫോളിങ്. നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടാകും, നമ്മുടെ ആ ഒരു ലുക്സ് തന്നെ മാറിപ്പോവും. ഓക്കെ, ആ ഒരു ഹെൽത്തി സ്കിൻ ടിഷ്യൂസ് മാറും, ഹെയർ പോലുള്ള സംഭവങ്ങൾ ഇല്ലാതാകും. ഫിസിക്കലി മാത്രമല്ല, പുറമേ കാണുന്ന മാത്രമല്ല, ഇൻറ്റേർണൽ ചേഞ്ചസും ഒരുപാടുണ്ടാകും. ഓക്കെ, ദെൻ ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ഡ്രഗ് യൂസേഴ്സ് മേക്ക് ദം മോർ പ്രോൺ ടു ന്യൂമോണിയ, ട്യൂബർക്യുലോസിസ്, മാൽ ന്യൂട്രീഷൻ ആൻഡ് വെയ്റ്റ് ലോസ്. ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽസ് കാരണം ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും പുറകെയുണ്ട്. ആദ്യം ആ ഒരു മൊമെൻ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ടെമ്പററി ആയിട്ടുള്ള പ്ലഷറിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ അവസാനം ചെന്നെത്തുന്നത് ന്യൂമോണിയയിലേക്ക് എത്താം, ട്യൂബർക്യുലോസിസിലോട്ട് എത്താം, അതേപോലെ തന്നെ മാൽ ന്യൂട്രീഷനും അത് ഫിസിക്കൽ കോംപ്ലിക്കേഷൻസിലേക്കും എത്താം. ഇതൊന്നും മനസ്സിലാകാതെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാവും ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുക എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈവൻ കോസ് ടു കാർഡിയാക് ഫെയിലിയർ ആൻഡ് ഡെത്ത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വരെ നിലച്ചു പോകുന്ന രീതിയിലാണ് ഇതുപോലുള്ള പല ഇൻടേക്കും ചെന്നെത്തുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സോറോ അല്ലെങ്കിൽ ആ ഒരു റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ മിക്കവരും ചെന്ന് യൂസ് ചെയ്ത് തുടങ്ങുന്ന ഈ ഒരു സാധനം ബേസിക്കലി ഇതൊന്നും ചെയ്യില്ല, അഡ്വേഴ്സായിട്ട് നമ്മളെ ഇഫക്റ്റ് ചെയ്യും എന്നതിലുപരി നല്ലതായിട്ട് ഒരു കുന്തവും ചെയ്യില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആണേ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായേ? സോ on the basis of the cell damage, the side effect is either temporary or permanent. ചില സമയം ഈ ഒരു സെൽ ഡാമേജ് ആയിട്ടുണ്ടാകുന്ന ചിലപ്പം കുറച്ച് നാളത്തേക്കാം, അല്ലെങ്കിൽ അത് എന്നത്തേക്കുമായിട്ട് അടിച്ചു പോയതായിരിക്കും കേട്ടോ. നമ്മുടെ ഒരു ഫിസിക്കൽ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് അവരെ നിർത്തുക. എന്തിനു പറയുന്നു, നമ്മുടെ ഹാർട്ട് വരെ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ അതിലപ്പുറം എന്താ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതല്ലേ. സോ as the article ends, Dr. Hardin B. Jones says that this article focuses on the drugs effect on the brain because no one realizes drugs effect on the brain. So ഈ ഒരു ആർട്ടിക്കിൾ അവസാനിക്കുമ്പം റീഡേഴ്സിന് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന എന്താണ്, ഫിസിക്കലി മാത്രമല്ല ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും, അതിനേക്കാൾ അത് ബ്രെയിനിനെ. കാരണം നമുക്ക് ആർക്കും അറിയില്ല, കേട്ടിട്ടുണ്ട്, അവയർനെസ് പ്രോഗ്രാംസിൽ കൂടെ കേട്ടിട്ടുണ്ട്, ഫിസിക്കൽ വരുന്ന പ്രശ്നം, മൂഡ് സ്വിങ്സ്, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തലച്ചോറിൻ്റെ തിങ്കിങ്, ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വരെ നഷ്ടപ്പെട്ട, ഡെഡ് ഇൻസൈഡായിട്ട് ഉള്ളിൽ മരിച്ച എന്തോ ഒരു സാധനം നടന്നു പോകുന്നു, വൈകൃതമായിട്ടുള്ള എന്തോ ഒരു ജീവി ജീവിക്കുന്നു എന്നുള്ളൊരു ആസ്പെക്റ്റ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. സോ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അവബോധം കൂടെ, ഒരു അവയർനെസ്സും കൂടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. മനസ്സിലാവുന്നുണ്ടോ? നല്ല ക്ലാസ് ആണ് മിസ്, നൈസാണ്. താങ്ക് യുടാ, താങ്ക് യു. അപ്പോൾ എവിടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോണ്ട് വാ. നമുക്കിനി അപ്പം മെയിൻ 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തല്ലോ. വെൻ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് പഠിച്ചു, റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഓപ്പണർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പോയം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ് ഈ കാലത്ത് സൊസൈറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജും നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ, സാമ്പിൾ ക്വസ്റ്റ്യൻസിന് നിങ്ങളെല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ മിസ്സിന് റെഡിയാണ് മിസ്സേ എന്ന് പറ. അപ്പോഴത്തേക്കും മിസ്സ് കുറച്ച് വെള്ളം ഒന്ന് കുടിച്ചോട്ടെ കേട്ടോ. ഓക്കെ, ഷുവർ മിസ്. ഓക്കെ ഓക്കെ, റെഡി ആയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ എനിക്കൊരു തംസപ്പ് ഇടും എല്ലാവരും. സോ കണ്ടോ, നിങ്ങളുടെ മെസ്സേജ് ഞാൻ ഇപ്പം തന്നെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് വരികയാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. എൻ്റെ മക്കൾക്കെല്ലാം ഒരുപാട് താങ്ക്സ് കേട്ടോ. സോ നമുക്കിനി പഠിക്കാം.
അപ്പോൾ ചാപ്റ്റേഴ്സ് പഠിച്ചു, സമ്മറി പഠിച്ചു, എന്തൊക്കെയാണ് മെസ്സേജസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്. സോ തിയറി പാർട്ട് വളരെയധികം നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സാം ലെവലിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ നോബൽ അക്സെപ്റ്റൻസ് സ്പീച്ച് പഠിച്ചേ. അപ്പം പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച് എഴുതാൻ നിങ്ങൾ ചോദിക്കും. ഒരു എക്സാമ്പിൾ ആണ്, ഓൺ ആൻറ്റി ഡ്രഗ് ഡേ യു ആർ ആസ്ക്ഡ് ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ഡ്രഗ് അബ്യൂസ്, എ സോഷ്യൽ മെനസ്, ഡ്രാഫ്റ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്. ഇത് എന്തിൻ്റെയൊക്കെ കോംബോ ആയിട്ട് വരുന്നതാണ്? സ്പീച്ച് നമ്മൾ വാങ്കരി മെത്തയുടെ പഠിച്ചു, ഡ്രഗ് അബ്യൂസിൻ്റെ നമ്മൾ ജോർഡിൻ്റെ ഇത് പഠിച്ചു. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചൊരു സ്പീച്ച് എഴുതാനായിട്ട് മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു ക്വസ്റ്റ്യൻ വരാം. സോ എങ്ങനെയാണ് ഒരു സ്പീച്ച് തുടങ്ങുന്നത്? ആദ്യം നമുക്ക് സല്യൂട്ടേഷൻ വേണം അല്ലേ? സല്യൂട്ടേഷൻ ക്ലിയർ ആണോടാ ഞാൻ എഴുതുന്നത്? ആണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. സല്യൂട്ടേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വെരി വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. നമ്മൾ ആരാണോ നമ്മൾ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാണ് സല്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വി ഹാവ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ എന്തിനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്? എന്തെങ്കിലും ക്യാമ്പയിന് വേണ്ടിയിട്ടാണോ? അല്ല, ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ്, ഒരു സ്പീച്ചിന് വേണ്ടിയിട്ടാണ്. സോ വൈ ആം ഐ ഹിയർ എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ I'm standing here, or today I'm standing here to deliver a speech on the topic drug abuse, a social menace എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു ബോഡി ഓഫ് ദ സ്പീച്ചിനെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ദെൻ വി ഹാവ് ബോഡി മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ദെൻ ലാസ്റ്റ് വൺ ആണ് കൺക്ലൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, നിങ്ങളുടെ ടോപ്പിക് എന്താണ്, ആണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചൊരു വ്യൂ കൊടുക്കുക. ഷോർട്ടായിരിക്കണം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയരുത്. ഡീറ്റെയിൽഡ് ആക്കണം എപ്പോൾ? ബോഡി പാർട്ടിലേക്ക് വരുമ്പം, സ്പീച്ചിൻ്റെ ബോഡി പാർട്ടിലേക്ക് വരുമ്പം എന്താണ് പ്രശ്നം, ഈ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം എന്താണ്. ഇപ്പം ഡ്രഗ് അബ്യൂസ് ആണെങ്കിൽ വാട്ട് റിയലി ഈസ് ദിസ് പ്രോബ്ലം ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. അത് കാരണം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന അഡ്വേഴ്സ് എഫക്ട്സ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് മിസ് അങ്ങനത്തെ കുറച്ച് പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്ലൈഡ്സ് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? കുറച്ചൊക്കെ പോയിന്റ്സ് അവിടെ ഇവിടെ നോക്കി വെച്ചാൽ നമുക്ക് ഇതൊക്കെ നല്ല സെറ്റാക്കാം അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോൾ ഈ പഠിച്ച പോയിന്റ്സ് വെച്ച് നോക്കിയാൽ ബോഡി ഓഫ് ദ സ്പീച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് എത്ര പോയിന്റ്സ് കിട്ടി. ആൻഡ് കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇതൊക്കെയാണ് ഇതിൻ്റെ റെമഡീസ്, ഇതായിരിക്കും ഭാവിയിൽ വരിക, അല്ലെങ്കിൽ നമുക്ക് ബെറ്റർമെൻറ്റ് ഓഫ് ദ സൊസൈറ്റി ഹോപ്പ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് വെച്ച് ഒരു ഒപ്റ്റിമിസ്റ്റിക് ലെവലിൽ എൻഡ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് കൺക്ലൂഷനായിട്ട് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് മിസ് ഇവിടെ തന്നിട്ടുണ്ട്. കാണാലോ, ക്ലിയർ ആണല്ലോ? സോ സല്യൂട്ടേഷൻ പറയുമ്പോഴത്തേക്ക് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എങ്ങനെയാണ്? ഡിയർ ഫ്രണ്ട്സ്, ഹിയർ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക് ഡ്രഗ് അബ്യൂസ്, എ സോഷ്യൽ മെനസ്. We face different challenges in the modern world. Drug abuse is one among them. It is a serious social menace or problem. It causes physical and mental problems. Its social consequences are beyond words. Even the innocent school children become the victims of drug abuse. ഇതെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആയി കഴിഞ്ഞു. ഡ്രഗ് അബ്യൂസ് എന്താണെന്നുള്ളത് പറഞ്ഞു, അത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു മേജർ ത്രെറ്റാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇതിൻ്റേതായ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഈവൻ നമ്മുടെ സ്കൂൾ കുട്ടികൾ പോലും ഇതിനൊരു വിക്ടിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഇങ്ങനെയാണെന്ന പോയിന്റ്സ് മാത്രമേ നമ്മളവിടെ പറഞ്ഞിട്ടുള്ളൂ, ഹിൻറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സല്യൂട്ടേഷൻ ഇവിടെ ആദ്യം ഇട്ടത് കണ്ടോ? ഇവിടെ വേണം കേട്ടോ, ഡിയർ ഫ്രണ്ട്സ്, ഡിയർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഇതെന്ന് പറയുന്നത്, സല്യൂട്ടേഷനായിട്ട് പറയുന്നത്. സോ ഇൻട്രൊഡക്ഷനിൽ വരുമ്പം ഞാനിവിടെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഡ്രഗ് അബ്യൂസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു, അതിപ്പം നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് ബാധിക്കുന്നതെന്നുള്ളത് ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വേണ്ടത്. ഇനി ബോഡി ഓഫ് ദ സ്പീച്ച് പോകുമ്പം ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷനെ നമ്മൾ കുറച്ച് വലിച്ചു നീട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, people use sensual drugs to change their mood. Sensual drugs എന്താണെന്ന് മനസ്സിലായല്ലോ? What is the difference between a medicine and a sensual drug? Sensual drugs എന്ന് പറയുന്നത് പ്ലഷർ പോയിന്റ്സിനെ ജസ്റ്റ് ടെമ്പററി ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. സോ നമ്മുടെ മൂഡ് അനുസരിച്ച് മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് പീപ്പിൾ യൂസ് സെൻഷ്വൽ ഡ്രഗ്സ് ടു ചേഞ്ച് ദിയർ മൂഡ്. അവരുടെ മൂഡ് മാറ്റാനായിട്ടാണ് ബേസിക്കലി ഇവർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദേ യൂസ് സച്ച് മൂഡ് ഓൾട്ടറിങ് ഡ്രഗ്സ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദിയർ റിയൽ കോൺസിക്വൻസസ്. ഈ പലരും 90% ആൾക്കാരും ഇതിൻ്റെ ആഫ്റ്റർ
എഫക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഇതിലേക്ക് ചെന്ന് ആദ്യമായി വീണു പോകുന്നത്. സെൻഷ്യൽ ഡ്രഗ്സ് കോസ് സീരിയസ് ഹെൽത്ത് ഡിസോർഡർ, ദേ അഫക്ട് ദ കെമിസ്ട്രി ഓഫ് ബ്രെയിൻ സെൽസ്, ദേ ആക്ടിവേറ്റ് അവർ ബ്രെയിൻസ് pleasure centers, they upset the natural functioning of brain. Continuous use of essential drugs lead to the weakening of our brain cells. Gradually our pleasure mechanism stops functioning, thus the addict feels depressed, he feels respond to his environment and to other people, he feels dead inside. There are many drug related health disorders. അങ്ങനെ നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് കുറച്ചധികം ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് വലിച്ചു നീട്ടിയെന്നല്ല, ഷോർട്ട് ആൻഡ് ക്രിസ്പാണ്, പക്ഷേ പോയിന്റ്സിനെ കുറച്ച് നല്ല രീതിയിൽ ഇലോബറേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ്സ് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഇതിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ കുറച്ച് സൂചന അല്ലെങ്കിൽ ഹിൻസ് കൊടുത്തു, അതിനെ നല്ല രീതിയിൽ ഇലോബറേറ്റ് ചെയ്തു. അപ്പം എന്താണ് പ്രശ്നം, ഇവരെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇതിൻ്റെ കോൺസിക്വൻസസ് ഇതാണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം പറഞ്ഞ് ബോഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സെൻഷ്യൽ ഡ്രഗ്സ് ഇസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ, അതെന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം എ കൈൻഡ് ഓഫ് സോഷ്യൽ ത്രെറ്റ്. ഓക്കെ, we should conduct awareness classes, government should take stern steps to address the issue. So പ്രോബ്ലംസ് ഇതാണ്, കോൺസിക്വൻസസ് ഇതാണെന്ന് മനസ്സിലായി. കൺക്ലൂഷൻ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, അതിന് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് മെഷേഴ്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലത്. ഇവിടെ എക്സാമ്പിളായിട്ട് എന്താണ് പറയുന്നത്, വി ഷുഡ് എൻഷുർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്. നമ്മുടെ പ്രോബ്ലംസ് ഇതാണ്, കോൺസിക്വൻസസ് ഇതാണെന്ന് കണ്ടു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനിവിടെ ഒരു സ്പീച്ച് പറയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രോബ്ലംസിൻ്റെ കൂടെ സൊല്യൂഷൻസും ഉണ്ടാകും എന്നൊരു ഉറപ്പ് കൊടുക്കുക. ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കണം. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ ഗവൺമെൻറ്റിൻ്റെ വക സ്ട്രിക്റ്റ് ആക്ഷൻസ് ഉണ്ടാവണം. ആൻഡ് ഡി അഡിക്ഷൻ സെൻറ്റർ പോലുള്ള വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ അത് കുറച്ചും കൂടെ പ്രോപ്പർ ഫങ്ഷനിങ് ആക്കി മാറ്റണം. ലെറ്റ്സ് വർക്ക് ഹാർഡ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്. അത് കഴിഞ്ഞ് ഓഡിയൻസുമായിട്ടൊരു ഇൻറ്ററാക്റ്റീവ് സെഷനാണ്. നമുക്ക് ഒരുമിച്ച് കൈ കോർക്കാം അല്ലേ, ലെറ്റ്സ് വർക്ക് ടുഗെദർ, ലെറ്റ്സ് ഹോൾഡ് അവർ ഹാൻഡ്സ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കുന്ന രീതിയിൽ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിർത്തുന്നതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ഓഫ് എ സ്പീച്ച് എന്ന് പറയുന്നത്. ഇവിടെ മിസ് നിർത്തിയത് എങ്ങനെയാണ്, വേർ ദർ ആർ നോ ഇൻടോക്സിക്കേറ്റിംഗ്, ലെറ്റ്സ് വർക്ക് ഹാർഡ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് where there are no intoxicating drinks and drugs. ഇതുപോലുള്ള ഡ്രിങ്ക്സും ഡ്രഗ്സും ഇല്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൈ കോർക്കാം കൂട്ടുകാരെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. അങ്ങനെ ഒരു പ്രോമിസ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് our duty to protect our new generation from drug abuse and addiction. ഇത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ സോഷ്യൽ ഡ്യൂട്ടിയാണ്. അങ്ങനെ നല്ല നാളേക്കായി ഒരുമിച്ച് കൈ കോർക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യുക. ആൻഡ് താങ്ക് യു പറഞ്ഞ് നിർത്തിയാൽ 8 മാർക്സ് പോക്കറ്റിൽ വീണ് കഴിയും. ഓക്കെ, സോ അത് ആദ്യം ഓർക്കേണ്ട ഫോമാറ്റ് എന്താണ്, സല്യൂട്ടേഷൻ വേണം. ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, ഇത്രയും പറഞ്ഞൊരു താങ്ക് യു പറഞ്ഞ സ്പീച്ച് അടിപൊളി ആയിട്ടുണ്ട്. കൂടുതലും നമ്മുടെ മെയിൻ ടോപ്പിക്കിനെ സ്ട്രിക്ക് ഓൺ ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം സ്പീച്ച് റെഡിയാണല്ലോ. ചന്ദന ആനന്ദ്, ഹലോ ചന്ദനയ്ക്ക് മനസ്സിലായോ സ്പീച്ചൊക്കെ മിസ് പറയുന്നതും ബാക്കി 3 ചാപ്റ്റേഴ്സിൻ്റെ സമ്മറിയൊക്കെ ചന്ദനയ്ക്ക് മനസ്സിലായോ? ഉനൈസെ എവിടെ പോയടാ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ട് റൈറ്റിംഗ്. ഓക്കെ, റിപ്പോർട്ട് റൈറ്റിങ്ങിനും ഇതേപോലുള്ള മാർക്സ് തന്നെയായിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഒരു എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത്, എ സെമിനാർ ഓൺ എൻവയോൺമെൻറ്റ് കൺസർവേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ, റീഡ് ദ പ്രോഗ്രാം ഷെഡ്യൂൾ ഓഫ് ദി സെമിനാർ ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്. റിപ്പോർട്ട് റൈറ്റിംഗ് തരുമ്പം ഇങ്ങനെ ഒരു ഇത് തന്നിട്ട് ഇങ്ങനെ ഒരു പേജും കൂടെ തന്നിരിക്കും, ഒരു ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്, എവിടെയാണ്, എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇവിടെ പറഞ്ഞ ഓർമ്മയുണ്ടോ, എൻവയോൺമെൻറ്റ് കൺസർവേഷനാണ് ടോപ്പിക്ക്, സ്കൂളിലാണ്, ആ ഒരു പ്രോഗ്രാം ഷെഡ്യൂളാണ് ഈ തന്നിരിക്കുന്നത്, ആ സെമിനാറിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂളാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്തിലാണ് വേണ്ടത്, നമ്മുടെ പ്രോഗ്രാം ചാർട്ടിനാണ് വേണ്ടത്. സോ സ്കൂളിൻ്റെ പേര് ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്, ABC സ്കൂൾ ചെന്നൈ, ഒരു എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ ഒരു സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ആൻഡ് സെമിനാർ, വാട്ട് ഇസ് ദ പ്രോഗ്രാം, വാട്ട്സ് ദ പ്രോഗ്രാം ഹാപ്പനിങ് ദെയർ, ഇറ്റ്സ് ദ സെമിനാർ ഓൺ എൻവയോൺമെൻറ്റ് കൺസർവേഷൻ, അതിനെക്കുറിച്ചുള്ള സെമിനാറാണ്. വെന്യൂ എവിടെയാണ്, സ്കൂൾ ഓഡിറ്റോറിയം, ടൈം കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത് കണ്ടാലല്ലേ നമുക്ക് കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്താനായിട്ട് പറ്റുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം പറയുന്നത്, ആദ്യം
ഏതൊരു ഫോർമൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ പ്രെയർ ഉണ്ട്. വെൽക്കം സ്പീച്ച് ഇന്നയാളെന്ന് പറയുന്നുണ്ട് മിസ്സസ് പ്രേമകുമാരി, പ്രസിഡൻഷ്യൽ അഡ്രസ് മിസ്റ്റർ വില്യം, ഇനോഗ്രൽ അഡ്രസ് ഡോക്ടർ ഭരത് ചന്ദ്രൻ, ഫെലിസിറ്റേഷൻ ഹിമ. ഇതൊക്കെ ഇവരെന്താണ്, ഇവരുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു പവർ എന്താണ്, അല്ലെങ്കിൽ ഇവർ ആരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പേര് കഴിഞ്ഞിട്ടും പറയുന്നുണ്ട്. ദെൻ വി ഹാവ് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ വരുന്നത് സൂം ആക്കണോ മിസ്? സൂം ആക്കണം. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മിസ് അപ്പം അതിനുള്ള സൊല്യൂഷൻസും ചെയ്തു തരാം. സോ ഇപ്പോൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇവിടെ പേപ്പർ പ്രസൻറ്റേഷൻ ഫസ്റ്റ് വൺ എന്താണ്? എൻവയോൺമെൻറ്റ് ആ സോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ്സ് എ പേപ്പർ പ്രിപ്പയർഡ് ബൈ തനിയ. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ചലഞ്ചസ് ടു എൻവയോൺമെൻറ്റ് അഗൈൻ ബൈ ശ്രീദിൻ, സീക്കിംഗ് ന്യൂ വേസ് ടു കൺസേർവ് എൻവയോൺമെൻറ്റ് ഫാസിലാണ്, അഫോർഡബിൾ അഫോറസ്റ്റേഷൻ ഇൻ കേരള ബൈ ഫിദ. ഇതാണ് 4 പേപ്പർ പ്രസൻറ്റേഷൻ. അത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻറ്ററാക്റ്റീവ് സെഷനാണ്. ഇൻറ്ററാക്റ്റീവ് സെഷൻ അതായത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ടാകും. നാഷണൽ ആന്തത്തോടെ ഈ ഒരു ഫോർമൽ സെറിമണി അവിടെ അവസാനിക്കും. ഈ തന്നേക്കുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിപ്പോർട്ട് എഴുതാനാണ് അടുത്ത വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇതിനൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ, റിപ്പോർട്ടും കൊണ്ട് മിസ് വന്നിട്ടുണ്ട്. ഓക്കെ, കാണാലോ അല്ലേ? സോ റിപ്പോർട്ട് ഓൺ സെമിനാർ വുമൻ എംപവർമെൻറ്റ് എന്താണ് ഹെഡിങ് അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കണം. ആൻഡ് വാട്ട് ഈസ് ദ റിപ്പോർട്ട് ഓൾ അബൌട്ട് എന്നുള്ളതും ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ സെമിനാർ വുമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത് വേറെ ഒരെണ്ണത്തിൻ്റെ എക്സാമ്പിളാണ് മിസ് കാണിക്കുന്നത്. അപ്പം സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹിയർ എ സെമിനാർ വാസ് കണ്ടക്റ്റഡ് ഓൺ വിമൻ എംപവർമെൻറ്റ് നീഡ് ഓഫ് ദി മറ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു? സോഷ്യൽ കൺസർവേഷൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് കൺസർവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഏതൊരു ഇതിനെ പോലെയും പ്രോഗ്രാംസിൻ്റെ ഒരു പ്രോഗ്രാം ചാർട്ട് സിമിലർ ആയിരിക്കും. അതിൻ്റെ ഫോമാറ്റ് മാത്രം പഠിക്കുക, അതിൻ്റെ ആൾക്കാരുടെ പേരുകളായിരിക്കും കൂടുതലും മാറുക, അവരുടെ ആ ഒരു ഡെസിഗ്നേഷനും. സോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ആരാണ്, അവരുടെ ആ ഒരു ഔദ്യോഗിക പദവി എന്താണെന്ന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു സെമിനാറിൻ്റെ റിപ്പോർട്ടാണ് മിസ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ്? സെമിനാർ വാസ് കണ്ടക്റ്റഡ് ഓൺ വിമൻ എംപവർമെൻറ്റ് നീഡ് ഓഫ് ദി ആർ. നമ്മുടെ ഈ ഒരു മണിക്കൂറിൻ്റെ ഏറ്റവും, ഈ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റ് ആണ്. ഇൻ കണക്ഷൻ വിത്ത് ഇൻ്റർനാഷണൽ 8th 2002, അതായത് വേൾഡ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. സോ ഡോക്ടർ ബീന ഫിലിപ്പ്, മേയർ ഓഫ് കോഴിക്കോട്, ഇനോഗ്രേറ്റഡ് ദ സെമിനാർ. ആരാണ് ഈ ഒരു ഫംഗ്ഷൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്? ഡോക്ടർ ബീന ഫിലിപ്പ്. ആൻഡ് ഹൂ ഇസ് ഷീ? മേയർ, കോഴിക്കോടിൻ്റെ മേയറാണ്. സോ അത് പേര് പറഞ്ഞു, എന്താണ് ചെയ്ത ഡെസിഗ്നേഷൻ എന്താണെന്ന് പറഞ്ഞു, അവർ ആ പ്രോഗ്രാമിൽ ചെയ്തത് എന്താണെന്നുള്ളതിനെക്കുറിച്ചും പറഞ്ഞു. ഷി സെഡ് ദാറ്റ്, അത് കഴിഞ്ഞിട്ട് നോട്ട് ചെയ്യുകയാണ് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറഞ്ഞത് എന്താണെന്നുള്ളതിനെക്കുറിച്ചും നോട്ട് ചെയ്ത് പറയുന്നു. ഷി സെഡ് ദാറ്റ് education is the powerful weapon to abolish all types of social evils. Girl child education assumes a special significance in the modern world. She also emphasized the importance of self-reliance of women, modern society. Clear ആകുന്നുണ്ടോ? ആവശ്യത്തിന് മിസ് സൂം ചെയ്യുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടോ എന്നും കൂടെ പറയണേ. Okay, every woman should be free to contribute the economic growth, a job is a must. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവർ പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് സ്പീച്ചിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇപ്പോൾ വിമൻ എംപവർമെൻറ്റ് ആണെങ്കിൽ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് ചീഫ് ഗസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള 2-3 സെൻറ്റൻസുകൾ പറയുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട് Dr. Ashwini Das, the principal of ABC School, presided over the function, and she said that she would have empowered women leaders to save our country. In her opinion, countries with women leaders could manage the disaster of COVID-19 faster, and she also added that women leaders can make better decisions. അതായത് ഒന്നുമില്ല, ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ ലെവലിൽ എഴുതി ഫലിപ്പിക്കുക. ഒരു പ്രോഗ്രാം ചാർട്ട് വളരെ കൃത്യമായിട്ട് ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും. ആരാണ് എന്താണ് പറഞ്ഞത്, ഇനോഗ്രൽ അഡ്രസ്സ് ആരായിരുന്നു, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് എന്തായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് എന്തായിരുന്നു, അതിനെക്കുറിച്ച് മനസ്സിലാക്കി പേര് മാറിപ്പോവാതിരിക്കുക, അവർ പറഞ്ഞിട്ടുള്ള അവരുടെ ഡ്യൂട്ടി എന്തായിരുന്നു എന്നുള്ളത് മാറിപ്പോവാതിരിക്കുക. ഇത് രണ്ടും കറക്റ്റായിട്ട് പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു സ്പീച്ച് അല്ലെങ്കിൽ സെമിനാർ ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിലെ മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് എന്തായിരുന്നു പറഞ്ഞത്, അതൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് എഴുതിയിട്ട് വളരെ
ശുഭമായിട്ട് നമുക്ക് കയ്യടി നേടി അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഇവിടെ ലാസ്റ്റ് ആഫ്റ്റർ ഓൾ ദ പേപ്പർ പ്രസൻറ്റേഷൻ ഞാൻ ബാക്കി പോയിൻറ്റ്സ് വിട്ടിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആഫ്റ്റർ ഓൾ ദ പേപ്പർ പ്രസൻറ്റേഷൻസ് ദ ഓഡിയൻസ് വെർ ഗിവൺ എ ചാൻസ് ടു ക്ലിയർ ദെയർ ഡൗട്ട്സ് ഓൺ ദ ടോപ്പിക്സ് ഡിസ്കസ് ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ദ പേപ്പർ പ്രസൻറ്റേഴ്സ്. സോ ഇതുപോലുള്ള ഒരു സെമിനാറിലെ ഇൻറ്ററാക്റ്റീവ് സെഷനിൽ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അത് ക്ലിയർ ആക്കിയിട്ടാണ് ആ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ അവിടെ നിന്നത്. ആൻഡ് ദ സെമിനാർ കണ്ടക്റ്റഡ് വിത്ത് ദി പ്രൊപ്പോസൽ ഓഫ് വോട്ട് ഓഫ് താങ്ക്സ് ബൈ കുമാരി സയനാഥ്, കോർഡിനേറ്റർ ഓഫ് സൗഹൃദ ക്ലബ്. സോ ആ ഒരു ക്ലബ്ബിൽ അല്ലെങ്കിൽ വോട്ട് ഓഫ് താങ്ക്സ് കൊടുത്തിരുന്നത് ആർക്കാണ് ഡ്യൂട്ടി കൊടുത്തിരുന്നത്, അവരാരായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതും ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഓവറോൾ റിപ്പോർട്ട്, അവിടെ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ അനാലിസിസ് അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ അടുത്തത് വരാൻ ബാങ്കറി മെത്തേഡ് നമ്മൾ പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫേമസ് പേഴ്സണാലിറ്റീസ് ഇപ്പം നിങ്ങളുടെ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ അവരോട് ചോദിക്കാൻ പറ്റുന്ന, കാരണം നമ്മൾ ഇൻ്റർവ്യൂ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇൻ്റർവ്യൂ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രെയിം 4 ക്വസ്റ്റ്യൻസോ 5 ക്വസ്റ്റ്യൻസ് എന്ന് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻസും നമുക്കവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇമാജിൻ ദാറ്റ് എ ലീഡിംഗ് ആക്ടിവിസ്റ്റ് ഫോർ വിമൻസ് റൈറ്റ് ഇസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ. യു ആർ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻറ്ററാക്ട് വിത്ത് ഹർ. ഫ്രെയിം 4 questions ഓൺ ദ നീഡ് ഓഫ് വുമൻ എംപവർമെൻറ്റ് ദാറ്റ് വിഷ് ടു ആസലമോനെ ആസ്ക് ആണ് കേട്ടോ, ടീച്ചറിന് വിട്ടുപോയതാണ്. ഓക്കെ, സോ വിമൻ എംപവർ എന്താണ് ബേസ് ചെയ്തിട്ട്, വിമൻസ് റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു വുമൺ ആക്ടിവിസ്റ്റ് നിങ്ങളുടെ സ്കൂളിലേക്ക് വരികയാണ്. അവരെ പേഴ്സണലി മീറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടി. അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു 4 ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യന് എക്സാമ്പിളായിട്ട് വരുവാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു ക്വസ്റ്റ്യൻ, സാധാരണ ടീച്ചേഴ്സ് ചിരിച്ചു മരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. കാരണം 4 ക്വസ്റ്റ്യൻസ് ആരുടെ അടുത്തെങ്കിലും ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ലാതെ പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒപ്പിക്കും. പക്ഷേ ടോപ്പിക്കുമായിട്ട് എത്രമാത്രം റിലേറ്റഡ് ആണെന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. ചിലപ്പോൾ ഭയങ്കര കോമഡി ആൻസേഴ്സൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ എൻ്റെ കുട്ടികൾ ഇങ്ങനത്തെ 4 ക്വസ്റ്റ്യൻസ് എഴുതാൻ ഫ്രെയിം ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ഇവർ എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ പറയുന്നുണ്ട് ലീഡിങ് ആക്ടിവിസ്റ്റ് ഓഫ് വുമൻസ് റൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചായിരിക്കണം ക്വസ്റ്റ്യൻ. ആരാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ടാകും. അതിനെ ബേസ് ചെയ്ത് ലോജിക്കുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. അവിടെയും ഇവിടെയും തൊടാതെ അല്ലെങ്കിൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് 4 ക്വസ്റ്റ്യൻസ് തികയ്ക്കാൻ നോക്കുകയല്ല വേണ്ടത്. ഇത് നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് എൻ്റെ കുട്ടികൾ ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം നമുക്ക്? women are not given, still in this 21st century, women are not given enough equality. അല്ലെങ്കിൽ ആൾക്കൊരു ഫ്രീഡം കിട്ടുന്നില്ല. സോ വാട്ട്സ് യുവർ വ്യൂ പോയിന്റ് അബൌട്ട് ഇറ്റ്? അല്ലെങ്കിൽ വെൻ കമ്പയർഡ് ടു മെൻ വി ഡോണ്ട് ഹാവ് ഈക്വൽ സ്റ്റേറ്റസ് ഇൻ ദ സൊസൈറ്റി. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് സാഡ് റിയാലിറ്റി മാം എന്ന് ചോദിക്കാം. അതൊരു ക്വസ്റ്റ്യൻ ആകും അല്ലേ? അല്ലെങ്കിൽ ദ ഗവൺമെൻറ് ആൻഡ് അതർ ഏജൻസീസ് ആർ നോട്ട് ഫൈൻഡിങ് ഇനഫ് മെഷേഴ്സ് ടു ബ്രിങ് വിമൻ ടു ദ ഫോർ ഫ്രണ്ട് ഓഫ് ദി സൊസൈറ്റി. അവരതിൽ പലപ്പോഴും പാളിപ്പോകുന്നുണ്ട്. സോ വാട്ട് ഡു യു തിങ്ക് ഓർ ഹൗ ക്യാൻ യു മേക്ക് ഇറ്റ് ഇൻ ടു എ റിയാലിറ്റി? അതിനെ നമുക്ക് എങ്ങനെ, ഇതുപോലുള്ള ഗവൺമെൻറ് ആണെങ്കിലും അതർ ഏജൻസീസ് ആണെങ്കിലും ഇതുപോലെയുള്ള പല വിമനെ ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പലതിലും പാളിപ്പോവാറുണ്ട്. അപ്പം ഏതൊക്കെ രീതിയിൽ കൂടെ ഇവരെ സൊസൈറ്റിയുടെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്തൊക്കെ ചോദിക്കാം? ഓക്കെ, അല്ലെങ്കിൽ ബേസിക്കലി നമ്മുടെ ഒരു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് പേട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇപ്പോൾ അങ്ങനത്തെ ആണെന്ന് ഞാൻ പറയാൻ നോക്കുകയല്ല. സോ പേട്രിയാർക്കൽ സൊസൈറ്റി ആയതും ഇതുപോലുള്ളൊരു ലോജിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ആരെയാണോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അവരെന്താണെന്നുള്ളത് മനസ്സിലാക്കി ലോജിക്ക് അനുസരിച്ച് അതുമായിട്ട് ബന്ധമുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്, ഐ റിപ്പീറ്റ്, ക്വാളിറ്റിയുള്ള നല്ല ക്വസ്റ്റ്യൻസ്, പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ചളമാക്കരുത്. 4 ക്വസ്റ്റ്യൻസ് അല്ല നമ്മുടെ ലക്ഷ്യം, 4 ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആവശ്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ
നെക്സ്റ്റ് അടുത്തതാണ് ലെറ്റർ റൈറ്റിംഗ്. 8 മാർക്സിന് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ മിസ് തന്നിരിക്കുന്നത്, ബാബു നല്ല ഫയറും കയ്യടിയും ഒക്കെ മിസ്സിന് വരുന്നുണ്ട്. എല്ലാം മനസ്സിലായിട്ട് തന്നെയാണല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് മിസ്സിനെ അപ്പം തന്നെ അറിയിക്കണം കേട്ടോ. ഇപ്പം നേരത്തെ ഞാൻ കണ്ടിരുന്നു എൻ്റെ ഇത് ക്ലിയർ അല്ല എന്നുള്ളത്. സൂം ചെയ്തപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് ആ കമൻറ്റ് കണ്ടില്ല. ഇങ്ങനെ കമൻറ്റ് കാണുമ്പോഴാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുക. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ. സോ ഇനി നമ്മൾ ലെറ്റർ റൈറ്റിംഗിലേക്ക് കടക്കുകയാണ്. ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്താണ്? Some drug addicts in your locality are causing trouble to the public by their anti-social activities. You have to write a complaint letter to the local police station about the difficulties and threats the people in your locality face due to these drug users' misbehavior. Draft the letter. അതായത് ഇതപ്പോൾ എന്താണ്? ഫോമൽ ലെറ്ററാണ്. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ അയക്കേണ്ട ലെറ്ററാണ്. അതപ്പോൾ ഫോമലാണ്, ഇൻഫോമൽ അല്ല. എന്താണ് ടോപ്പിക്? എന്താണ്? ഡ്രഗ് യൂസ് ചെയ്തിട്ടുള്ള ആൻറ്റി സോഷ്യൽ ബിഹേവിയർ കാരണം നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിനെ ഇല്ലാതാക്കണം, ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള മെഷേഴ്സ് എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മളൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ആർക്ക്? പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുകയാണ്. സോ ഇറ്റ് ഷുഡ് ബി എന്ത്? ഫോമൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ. ഫോമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലെറ്റർ എഴുതുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ഫോർമാറ്റിനാണ് അല്ലേ? സോ ആദ്യം വേണ്ടത് ഫ്രം അഡ്രസ് ആണ്. ദെൻ വി ഹാവ് ആരെഴുതുന്നു? ഫ്രം അഡ്രസ്സിൽ ആരാണ് ഇത് എഴുതുന്നതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ദെൻ വി ഹാവ് ഡേറ്റ് എഴുതിയതിന് ശേഷം ടു ആർക്കാണ് നമ്മളിത് കൊടുക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് എഴുതുക. ആൻഡ് സബ്ജക്റ്റ് എഴുതാൻ ലെറ്റർ റൈറ്റിങ്ങിൽ വിട്ടുപോകരുത് മക്കളെ, കാരണം അതിലാണ് എല്ലാം ഇരിക്കുന്നത്. ഓക്കെ. സോ സബ്ജക്റ്റ് ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? ആക്ഷൻ അഗൈൻസ്റ്റ് മിസ്ബിഹേവിയർ ഓഫ് ഡ്രഗ് യൂസേഴ്സ് ഇൻ ദ ലൊക്കാലിറ്റി. നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഡ്രഗ് യൂസ് ചെയ്ത് മിസ്ബിഹേവ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കർശന നടപടി എടുക്കുക. സോ വേണ്ടതെല്ലാം വളരെ ക്രിസ്പ് ആൻഡ് ഷോർട്ടായിട്ട് സബ്ജക്റ്റിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. സോ ഇവിടെ സല്യൂട്ടേഷൻ വരുന്നുണ്ട്. സർ, റെസ്പെക്ട് സർ, ഓ സർ. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ഇൻട്രൊഡക്ഷനിൽ എന്തിനാണ് ഇത് എഴുതുന്നതെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീടാണ് ഈ ഒരു പോയിന്റിലേക്ക് കടക്കുന്നത്. സോ ഐ ആം എ ഹയർ സെക്കൻഡറി സ്റ്റുഡൻറ്റ് അറ്റ് MK നഗർ ചെന്നൈ ഇൻ യുവർ ജൂറിസ്ഡിക്ഷൻ. താങ്കളുടെ ജൂറിസ്ഡിക്ഷനിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. സം അബ്യൂസേഴ്സ് ഹാവ് റീസെൻ്റ്ലി മെയ്ഡ് ലൈഫ് മിസറബിൾ ഫോർ ദ റെസിഡൻസ് ഇൻ ദ ലൊക്കാലിറ്റി. ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ കുറച്ച് ഡ്രഗ് അബ്യൂസേഴ്സ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദേ അസംബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദി പാർക്ക് ആൻഡ് യൂസ് അബ്യൂസീവ് ലാംഗ്വേജസ് ഓൺ പെഡസ്ട്രിയൻസ് ഇൻക്ലൂഡിംഗ് വിമൻ ആൻഡ് ചിൽഡ്രൻ. അവർ ഈ പാർക്ക് പോലുള്ള നമ്മുടെ സോഷ്യൽ ഗെറ്റ് ടുഗദറിൻ്റെ സ്ഥലത്ത് കൂടുകയും സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും വളരെ അബ്യൂസീവായിട്ടുള്ള കുറച്ച് ആക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ the drug users litter use bottles and syringes in the park. ഈ ഡ്രഗ് യൂസേഴ്സ് അവർ കുടിച്ചിട്ടുള്ള മദ്യക്കുപ്പികളൊക്കെ ലിറ്റർ മീൻസ് വലിച്ചെറിയുക. അതെറിഞ്ഞ് നമ്മുടെ ആ ഒരു നാച്ചുറൽ രീതി അല്ലെങ്കിൽ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ ആ ഒരു ഔട്ട്ലുക്ക് തന്നെ അവർ മാറ്റിക്കഴിഞ്ഞു. And I hope you will take necessary steps to solve this issue without delay. താങ്കൾ ഇതിലിടപെട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള നെസസറി സ്റ്റെപ്സ് ഉടനെ തന്നെ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. സോ ദാറ്റ് ദ ത്രെറ്റ് ഫ്രം ഡ്രഗ് യൂസേഴ്സ് ഓൺ ദ പീപ്പിൾ ഇൻ ദ ലൊക്കാലിറ്റി കം ടു ആൻ എൻഡ്. അതുകൊണ്ട് താങ്കൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിനൊരു അവസാനം വരികയും നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു നാച്ചുറൽ സോഷ്യൽ ലൈഫ് നമുക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കുമെന്ന് ശുഭപ്രതീക്ഷയോടെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്? യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഫോമൽ ലെറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യുവേഴ്സ് സിൻസിയർലി ഓർ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ദെൻ ഒരു സിഗ്നേച്ചർ ആൻഡ് നെയിമും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ. സോ ലെറ്റർ റൈറ്റിങ്ങിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഫോമാറ്റാണ്. ഫോമൽ ലെറ്ററിലാണെങ്കിൽ ഫ്രം ഡേറ്റ് ടു സബ്ജക്റ്റ് അണ്ടർലൈൻ ചെയ്ത് പറയുന്നു. സബ്ജക്റ്റ് പറയണം, സല്യൂട്ടേഷൻ പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷനായിട്ട് പറഞ്ഞ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി പറഞ്ഞിട്ട് നിർത്തുക. ഓക്കെ. സോ ലെറ്റർ റൈറ്റിംഗ് പഠിച്ചു, സ്പീച്ച് പഠിച്ചു, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതിനെക്കുറിച്ചും സാമ്പിളായിട്ട് പഠിച്ചു. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നല്ല രീതിയിൽ എഫക്റ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്കുള്ള കമൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തൊക്കെയാണെന്ന് മറക്കാതെ വന്ന് കമൻറ്റിൽ പറയുക കേട്ടോ. എന്നാൽ എനിക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഞങ്ങളെ നല്ല മിടുക്കലായിട്ടും എനിക്ക് നല്ല ബൂസ്റ്റർ ഡോസൊക്കെ തന്ന എക്സാം ഹോളിലേക്ക് പറഞ്ഞു വിടാനും സാധിക്കും. സോ ഇനി നമുക്ക് നല്ലൊരു മാരത്തോൺ റേസ് വരുന്നുണ്ട്. നമ്മുടെ
വിട്ടുപോയ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സും അതിലെ പോസിബിൾ ക്വസ്റ്റ്യൻസും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന് മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ചലഞ്ചുമായിട്ട് മിസ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്ത് നമുക്ക് നല്ല സൂപ്പർ ആക്കാം. നിങ്ങളുടെ വാല്യുബിൾ കമൻസും ഡൗട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള ഒരു വ്യൂ പോയിൻറ്റ്സും മറക്കാതെ മിസ്സിനെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.